Good morning, all. Good morning, ma'am. Good morning, ma'am. Ma'am. Good morning, ma'am. Good morning. Prayer പറഞ്ഞു കേട്ടോ. Miss, ഞാൻ പറയാം. Okay. Heavenly Father, thank you for the gift of this morning. Fill my heart with your love and guide me throughout this day. Amen. Miss, a thought of the day. Hello? പറഞ്ഞോളാം. ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. പറഞ്ഞു കണ്ടിന്യൂ ചെയ്തോടാം. Look at the sky. We are not alone. The whole universe is friendly to us and conspires only to give the best to those who dream and work. സാനി സാനി ആരും പ്രിപ്പയർഡ് അല്ല. Ma'am, സൈലന്റ് ആണോടാ? പ്രിയ hello. സൈലന്റ് ആണോ? Vacancy ആണല്ലേ? അതെ അതെ. Okay. Good morning, all, and my dear ma'am. I'm welcome to all to the wonderful class. Thank you. ഓക്കെ, പേടിക്കൊന്നും വേണ്ട കേട്ടാ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെമിനാർ ആയിരുന്നു കണ്ടക്ട് ചെയ്തത്, ഓർമ്മയുണ്ടോ? കുറച്ച് പേര് ചെയ്യാത്തവരുണ്ടായിരുന്നു സെമിനാർ. Ma'am, ഞാൻ Excuse me. പറഞ്ഞു ആതിര. പ്രസന്റ് ചെയ്തോട്ടെ, എനിക്ക് 12:30 ഡ്യൂട്ടിക്ക് പോണായിരുന്നു. ആതിര പ്രസന്റ് ചെയ്തോട്ടെ. വർക്ക് ചെയ്യാണോ? വർക്ക് ചെയ്യണം മാം, ഹോസ്പിറ്റലിലാണ്. ആണോ? നേഴ്സ് ആയിട്ടാണോ? അഡ്മിനിസ്ട്രേഷൻ ആണ്. ആണോ? ഓക്കേടാ, പ്രസന്റ് ചെയ്തോളാം. Thank you, ma'am. Good morning, all of you, my dear friends and teacher. So today I'm going to take a seminar on the topic tonsillitis. As you all know about the tonsillitis, I'll make a small definition. Tonsillitis is the inflammation of the palatine tonsils, which are lymphoid tissues that act as the body's first line of immune defense. അതായത് നമ്മുടെ തൊണ്ടയുടെ പിൻഭാഗത്ത് ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്ന ലിംഫോയിഡ് ടിഷ്യൂസ് ആണ് ടോൺസിലുകൾ. ഇവയിൽ ഉണ്ടാകുന്ന വീക്കത്തെയും അണുബാധയുമാണ് ടോൺസിലൈറ്റിസ് എന്ന് വിളിക്കാറുള്ളത്. നമ്മുടെ ടോൺസിൽസിന്റെ ആ ലിംഫോയിഡ് ടിഷ്യൂവിന്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് വായുവിലൂടെയും മൂക്കിലൂടെയും കടക്കുന്ന രോഗാണുക്കളെ തടയാനുള്ള പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് അവ ആക്ട് ചെയ്യുന്നത്. ഇനി കോസസ് നമുക്ക് there are two reasons for this infection. One is the viral and second is the bacterial. Viral, rhinovirus, influenza and adenovirus. 70 to 80% of the cases the viral infection will be there. And bacterial, group A beta, hemolytic streptococcus, GABHS, also known as strep throat. ഈ രണ്ട് രീതിക്കാണ് നമുക്ക് പ്രധാനമായിട്ടും ടോൺസിലൈറ്റിസ് അഫക്റ്റ് ചെയ്യുന്നത്. 70 to 80% വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടും അല്ലാതെ ബാക്ടീരിയൽ ആയിട്ടും. ജലദോഷം ഉണ്ടാക്കുന്ന വൈറസുകളാണ് ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയുന്നത്. ഇൻ ക്ലാസിഫിക്കേഷൻ, അക്യൂട്ട്, സഡൻ ഓൺസെറ്റ്, ലാസ്റ്റ് അപ് ടു 2 weeks. നമുക്കിത് പെട്ടെന്ന് വരികയും 2 ആഴ്ച വരെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ടോൺസിലൈറ്റിസ്. നമുക്ക് എല്ലാവർക്കും വന്നിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും, തൊണ്ടയുടെ ഒരു സൈഡിലായിട്ട് കുത്തിക്കൊള്ളുന്ന പോലത്തെ ഒരു പെയിൻ ആയിരിക്കും. ആൻഡ് ക്രോണിക് ഓർ റിക്കറന്റ്, പെർസിസ്റ്റന്റ് ഫോർ ഫ്രീക്വന്റ് ഇൻഫെക്ഷൻസ്, അതായത് ഒരു വർഷത്തിൽ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ടായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക. ക്ലിനിക്കൽ പ്രസന്റേഷൻ ആൻഡ് ഡയഗ്നോസിസ്. കീ സിംറ്റംസ്: severe sore throat, painful swallowing, fever and referred ear pain. Physical signs: red or swollen tonsils which with white yellow exudates.
അതായത് പസ് പാച്ചസ് ആൻഡ് സ്വോളൻ നെക്ക് ലിംഫ് നോട്ട്സ്. ചിലവർക്കൊക്കെ ഇവിടെ ഇത്തിരി വീങ്ങിയിട്ടുണ്ടായിരിക്കും. നമ്മളിങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ തൊണ്ടയുടെ ഉൾഭാഗം കുറച്ച് റെഡിഷ്നെസ് ആയിട്ടോ ചിലപ്പോൾ ഒരു യെല്ലോ കളറിലോ നമുക്ക് കാണപ്പെടും. നമ്മൾ ഉമിനീർ ഇറക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും തൊണ്ടയ്ക്ക് ഒരു വേദന, നമുക്ക് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഇൻഫെക്ഷൻ ഫീവർ ആകും. പിന്നെ അത് ചെവിയുടെ സൈഡുകളിലേക്കും വശങ്ങളിലേക്കൊക്കെ നമുക്കൊരു വേദന പോലെ തോന്നും. ഡയഗ്നോസിസ്, ഫിസിക്കൽ എക്സാം, വിഷ്വൽ ഇൻസ്പെക്ഷൻ ഓഫ് ദി ഓറോഫാരിങ്സ്. നമ്മൾ ഡോക്ടർ പോകുമ്പോൾ ഫസ്റ്റ് എന്താ അവർ ടോർച്ച് അടിച്ചിട്ട് നമ്മുടെ തൊണ്ട ചെക്ക് ചെയ്യാണ് ചെയ്യണത്, റെഡ്നെസ് ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട്. ഈ റാപ്പിഡ് സ്റ്റെപ്പ് ടെസ്റ്റ്, ക്വിക്ക് സ്വാബ് ഓർ ബാക്ടീരിയൽ ഡിറ്റക്ഷൻ, അതിനൊരു ടെസ്റ്റ് ഉണ്ട്, അതാണ് ചെയ്യുന്നത്. ത്രോട്ട് കൾച്ചർ, ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ കൺഫേമിംഗ് ദ സ്പെസിഫിക് പാത്തോജൻ. ഇനി അതിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. വൈറൽ ആണെങ്കിൽ നമുക്ക് സപ്പോർട്ടീവ് കെയർ കൊടുക്കുക. അതായത് നമ്മൾ ചൂടുവെള്ളം കുടിക്കുക, മോസ്റ്റ്ലി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക, റെസ്റ്റ് എടുക്കുക, സോൾട്ട് വാട്ടർ, അതായത് ഉപ്പിട്ട ചെറു ചൂടുവെള്ളം നമ്മൾ തൊണ്ടയിൽ ഗാർഗിൾ ചെയ്യുക. ഇങ്ങനെ നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു 90% ഈ ഇൻഫെക്ഷൻ നമ്മളിൽ നിന്ന് മാറ്റാൻ പറ്റും. ഇനി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 day it's a 10 day course of antibiotics, penicillin or amoxicillin to prevent the complications. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ സെൽഫ് കെയർ എടുത്തു കഴിഞ്ഞാൽ അത് മാറില്ല പൂർണ്ണമായിട്ടും, വീണ്ടും അത് പെട്ടെന്ന് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഒരു 10 days ആന്റിബയോട്ടിക്സ് എടുക്കാനാണ് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുക. അതാണ് പെൻസിലിൻ ഓർ അമോക്സിലിൻ. ഇതാണ് യൂഷ്വൽ കേസിലും കൊടുക്കാറുള്ളത്. ആൻഡ് ചില സമയത്ത് നമുക്ക് പെട്ടെന്നൊരു സിംറ്റം റിലീഫ് മാത്രം മതി എന്നുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു പെയിൻ റിലീഫ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അവർ പാരസെറ്റമോൾ പെയിൻ കില്ലറിനും ഫീവറിനും ആയിട്ട് കൊടുക്കാറുണ്ട്. വാക്സിനേഷൻ ഇൻഫർമേഷൻ, no specific or direct vaccines exist for the tonsillitis. Unfortunately നമുക്ക് ഒരു ഡയറക്റ്റ് വാക്സിൻസും അവൈലബിൾ അല്ല. പ്രിവെൻഷൻ, അതായത് റുട്ടീൻ വാക്സിൻസ്, ഫ്ലൂ അല്ലെങ്കിൽ MMR തുടങ്ങിയ വാക്സിൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വരാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. നമുക്ക് ഇപ്പോഴും റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്ലോബലി ഇതിന് ഡയറക്റ്റ് ഒരു വാക്സിന് വേണ്ടിയിട്ട്. ഇനി സർജറി ആൻഡ് കോംപ്ലിക്കേഷൻസ്. Surgery is considered if the patient meets the Paradise criteria. Example, 7 episodes in year. 1 year ഒരു 7 പ്രാവശ്യത്തിൽ കൂടുതൽ പ്രാവശ്യം വരികയാണ്, ഇവിടെ ഭയങ്കരമായിട്ടൊരു നീർക്കെട്ടുണ്ട്, നമ്മൾ ഈ ഒരു ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചിട്ട് അത് പൂർണ്ണമായിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിലൊക്കെ ഒരു മാത്രമാണ് ഈ സർജറി പോലുള്ള കോംപ്ലിക്കേഷൻസിലോട്ടൊക്കെ പോകേണ്ടത്. അതും നമുക്ക് ചില സമയത്ത് ഈ നമ്മൾക്കൊരു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, അതായത് ഡിഫിക്കൽട്ടി ബ്രീത്തിങ് ഡ്യൂറിങ് ദ സ്ലീപ്പ് ടൈം, നമുക്ക് ഉറക്കത്തിൽ നമുക്ക് ഈസി ആയിട്ട് ബ്രീത്ത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴും ഡോക്ടേഴ്സ് ഒരു സർജറിക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. കൺക്ലൂഷൻ, എവറി ഡയഗ്നോസിസ് ഡിസ്റ്റിങ്വിഷ് വൈറൽ ഫ്രം ബാക്ടീരിയൽ നീഡ്സ്, പ്രിവെന്റിങ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആൻഡ് സീരിയസ് സിസ്റ്റമിക് ഇൽനെസ്. അപ്പൊ ഏതൊരു അസുഖത്തിനും നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ അസുഖം വരാതിരിക്കാനുള്ള മുൻകരുതൽ എപ്പോഴും എടുക്കുക. നമ്മൾ ഈ നൈറ്റിലൊക്കെ ഉള്ള തണുത്ത ആഹാരങ്ങൾ കഴിക്കുക, അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണുമായിട്ട് ഭയങ്കര അടുത്തുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി. ഇപ്പൊ വെതറൊക്കെ മോശമാവുന്ന സാഹചര്യങ്ങൾ, എക്സ്ട്രീം തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഇല്ലെങ്കിൽ പോലും ചെറു ചൂടുവെള്ളത്തിൽ ഗാർഗിൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. താങ്ക് യു. താങ്ക് യു മാം. ഞാൻ ഇറങ്ങിക്കോട്ടെ, ഡ്യൂട്ടി ഉള്ളത്. പിന്നെ കുഞ്ഞൊരു വാവയുണ്ട്, മോന് ഫീഡ് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. മാം ഞാൻ പ്രസന്റ് ചെയ്തോട്ടെ. മെസ്സേജ് അയക്കൂടെ ആദ്യത്തെ ബാച്ചില് ഓർഡർ കിട്ടാനായിട്ട്? എന്താണ് നമ്മള് മെസ്സേജ് അയക്കോ ഓർഡർ കിട്ടാൻ വേണ്ടിട്ട്? മെസ്സേജ് ആയിട്ട് അയക്കും, ഓൾറെഡി മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ. ആദിത്യ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന HIV പറ്റിയിട്ടാണ്. HIV ഫുൾ ഫോം എന്നത് ഹ്യൂമൻ ഇമ്മ്യൂണി ഡെഫിഷ്യൻസി എന്നാണ് അർത്ഥമാക്കുന്നത്. മനുഷ്യ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ ഇത് നശിപ്പിക്കുകയും വിവിധ രോഗാണുക്കൾ ശരീരത്തെ എളുപ്പത്തിൽ ആക്രമിക്കാൻ കാരണമാകുകയും ചെയ്യുന്ന വൈറസാണിത്. ഹ്യൂമൻ ഇമ്മ്യൂണി ഡെഫിഷ്യൻസി വൈറസ്, ഇതിൽ ഹ്യൂമൻ എന്നാൽ മനുഷ്യരെ മാത്രം ബാധിക്കുന്നതെന്നും ഇമ്മ്യൂണി ഡെഫിഷ്യൻസി എന്നാൽ പ്രതിരോധശേഷി കുറയ്ക്കുന്നതെന്നുമാണ് അർത്ഥമാക്കുന്നത്. ഇതിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് വൈറസ് ശരീരത്തിലെ വെളുത്ത രക്താണുക്കളെ CD4 കോശങ്ങളെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കോശങ്ങളാണ് രോഗാണുക്കളോട് പോരാടാൻ ശരീരത്തെ സഹായിക്കുന്നത്. HIV അണുബാധയുടെ ഏറ്റവും അവസാനത്തെയും ഗുരുതരവുമായ ഘട്ടമാണ് എയ്ഡ്സ്.
എന്നാൽ ഇത് കൃത്യമായ ചികിത്സയിലൂടെ HIV ബാധിതരായ എല്ലാവർക്കും എയ്ഡ്സ് ഉണ്ടാകുന്നത് തടയാൻ സാധിക്കുന്നതുമാണ്. ഇനി പകരുന്ന രീതികളെ പറ്റിയാ പറയുന്നത്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, അണുബാധയുള്ള രക്തം സ്വീകരിക്കുന്നതിലൂടെയോ അണുവിമുക്തമാകാത്ത സൂചികൾ പങ്കുവെക്കുന്നതിലൂടെയാണ്. രോഗബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭകാലത്തോ പ്രസവ സമയത്തോ മുലപ്പാലിലൂടെ കുഞ്ഞിലേക്കും പകരാവുന്നതാണ്. അതുപോലെ തന്നെ ചിലർക്ക് ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണകളുണ്ട്. ഹസ്തദാനം നൽകുന്നതിലൂടെയോ ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെയോ ഉമിനീരിലൂടെയോ കൊതുക് കടിയിലൂടെയോ ഒന്നും തന്നെ HIV പകരില്ല. ഇതിന്റെ ചികിത്സ നിലവിൽ HIV പൂർണ്ണമായി ഭേദമാക്കാൻ മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. എങ്കിലും ആന്റി റിട്രോവൈറൽ തെറാപ്പി വഴി വൈറസിനെ നിയന്ത്രിക്കാനും രോഗിക്ക് ദീർഘവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കാനും സാധിക്കുന്നതാണ്. താങ്ക് യു. ഓക്കേടാ, നന്നായിരുന്നു. താല്പര്യം. ഹസീന? Yes, ma'am. ഓക്കേടാ, പ്രസന്റ് ചെയ്തോടാ. Okay. Good afternoon, all. Today our topic is mumps. മംസ് എന്ന് വെച്ചാൽ മുണ്ടിനീര് അഥവാ താടവീക്കം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളിൽ പലർക്കും കുട്ടിക്കാലത്ത് ചെവിക്ക് താഴെ വരുന്ന ഒരു വീക്കമാണ് മംസ് എന്ന് പറയുന്നത്. മംസ് ഈസ് എ കണ്ടാഗിയസ് വൈറൽ ഡിസീസ്. കണ്ടാഗിയസ് മീൻസ് ചെയ്യുന്നത് ഇറ്റ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതൊരു വൈറസ് ഡിസീസസ് ആയത് കാരണം തന്നെ അതൊരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അത് മംസ് സ്പ്രെഡ് ത്രൂ എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കഫിംഗ് ആൻഡ് സ്നീസിങ്, ഷെയറിംഗ് ഫുഡ്, വാട്ടർ ആൻഡ് യൂട്ടൻസിൽസ്, ക്ലോസ് കോണ്ടാക്ട് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. മംസ് ഉണ്ടെങ്കിൽ ഒരു കുട്ടി ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും അടുത്തുള്ള കുട്ടികൾക്ക് ഇത് വേഗം പകരാം. ഈ വൈറസ് ബോഡിയിൽ എത്തുന്നത് നോസിലൂടെയും അതുപോലെ തന്നെ മൗത്തിലൂടെയൊക്കെയാണ്. ഇതിന്റെ മെയിൻ സിംറ്റംസ് ഓഫ് മംസ് എന്ന് പറയുമ്പോൾ കോമൺ സിംറ്റംസ് ഫീവർ, ഹെഡേക്ക്, ടയർഡ്നെസ്, ക്ഷീണം, അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഓഫ് സലൈവറി ഗ്ലാൻസ് എസ്പെഷ്യലി നിയർ ദ ചീക്സ് ആൻഡ് ജോ. നമ്മൾ ഉമിനീരിറക്കുമ്പോഴും അതുപോലെ തന്നെ ഫുഡ് പാർട്ടിക്കിൾസ് വിഴുങ്ങുമ്പോൾ ചവക്കുമ്പോഴൊക്കെ നമ്മുടെ ചീക്സും ജോ ഒക്കെ വീക്കം കാരണം നമുക്ക് നല്ല പെയിൻഫുൾ ആയിരിക്കും. പിന്നെ മംസ് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഇഫ് നോട്ട് ട്രീറ്റഡ് പ്രോപ്പർലി, ശരിയായ രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ഇതൊരു കോംപ്ലിക്കേഷൻ ആയി മാറുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് ഇയർ പെയിൻ, അതുപോലെ തന്നെ ഹിയറിംഗ് പ്രോബ്ലംസ്. പിന്നെ റെയർ കേസിൽ ഇത് സീരിയസ് കോംപ്ലിക്കേഷൻ ആവുന്നത് അഡൽട്സിലാണ്. മെയിൻ ആയിട്ട് കോംപ്ലിക്കേഷൻ ആയി മാറുക അഡൽട്സിൽ മാത്രമാണ്. നെക്സ്റ്റ് പ്രിവെൻഷൻ ഓഫ് മംസ്. നമുക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് വേ ടു ദ പ്രിവെൻഷൻ ഈസ് വാക്സിനേഷൻ തന്നെയാണ്. MMR വാക്സിനേഷനെ കുറിച്ച് നമുക്ക് നിഷ ടീച്ചറും പറഞ്ഞു തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അപർണ മിസ്സും പറഞ്ഞു തന്നു. വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. MMR വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് മീസിൽസ്, മംസ് ആൻഡ് റുബെല്ല. നെക്സ്റ്റ് പ്രിവെൻഷൻ, മെയിൻറ്റെയിൻ ഗുഡ് ഹൈജീൻ. നമ്മൾ നല്ല ഹൈജീൻ ആയിരിക്കുക. പിന്നെ കവർ ദ മൗത്ത് വൈൽ കഫിംഗ് ആൻഡ് സ്നീസിങ്. നെക്സ്റ്റ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കേണ്ട പ്രിവെൻഷൻസ്. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ഓഫ് മംസ്. ദർ ഈസ് നോ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ടു ക്യൂർ മംസ്. മംസ് കുറയാനായിട്ട് ഒരു പ്രത്യേക ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ പനി, അതുപോലെ തന്നെ തലവേദന, ഇതിനൊക്കെ ആയിട്ട് നമുക്ക് ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് പ്രകാരം മെഡിസിൻസ് എടുക്കാം. പിന്നെ അതുപോലെ റെസ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ. Then I conclude our topic, mumps is preventable with proper hygiene and vaccine. Okay, thank you. നന്നായിരുന്നു കേട്ടോ ഹസീന. Thank you, Miss. ആനി? അനുന്നാണോ? മിസ്സേ, ന്യൂമോണിയ. അനുവാണോ? അല്ലല്ല, രേവതി ജയൻ. രേവതി ഉണ്ണിയോ രേവതി ജയനോ? മെസ്സേജ് അയച്ചിട്ടുണ്ടാടോ?
ഇല്ല. മാം ധനു ഓക്കെ പ്രസന്റ് ചെയ്തോ കേട്ടോ. എടാ ഓർഡർ ഒന്ന് മെസ്സേജ് അയച്ചിടോ, എനിക്ക് വിളിക്കാൻ വേണ്ടിട്ടാണ്. ഓൾറെഡി ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പെട്ടെന്ന് കൺട്രോൾ ചെയ്യുന്ന രീതിയിലിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ സെമിനാറിന്റെ ബാലൻസ് ആണ്. പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ. അനു സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമ്മളിപ്പോൾ കുട്ടികൾക്ക് വരുന്ന ഡിസീസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ ഒരു കോമൺ ആയിട്ട് കുട്ടികൾക്ക് വരുന്ന ഒരു ഡിസീസാണ് ബ്രോങ്ക്യോളിറ്റിസ്. ബ്രോങ്ക്യോളിറ്റിസ് എന്നാണ് കുട്ടികൾക്ക് വരുന്നതിനെ പറയാം. മുതിർന്നവർക്കാണ് വരുന്നതെങ്കിൽ അതിൽ നമ്മൾ ബ്രോങ്ക്യോൾ എന്നാണ് പറയാറുള്ളത്. ഓക്കെ. സോ മാം ഞാൻ ഇമേജ് ഷെയർ ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. സോ ബ്രോങ്ക്യോളിറ്റിസ് ആണ് കുഞ്ഞുങ്ങൾക്ക് വരുന്നത്. മോസ്റ്റ്ലി 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് വരുന്നത്. ഇത് നമ്മുടെ ശ്വാസകോശത്തെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസസ് ആണ്. സോ പൊതുവെ ഈ ശ്വാസകോശത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഗുരുതരമായ ഒരു അസുഖത്തിലേക്ക് മാറുകയാണ് ചെയ്യുക. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, തുടക്കത്തിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതിൽ കുട്ടികൾക്ക് ബ്രോങ്ക്യോൾസ് വരാനുള്ള കാരണം എന്താണ്? ഇപ്പൊ നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെയാണ് നമ്മുടെ ലങ്സ് ഉണ്ടാവുക. അപ്പൊ ഈ ലങ്സിനകത്ത് കുഞ്ഞു ഇങ്ങനെ ബ്രാഞ്ചസ് പോലെ പോയിട്ടുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ബ്രോങ്ക്യോൾസ് എന്ന് പറയാം. അപ്പൊ ആ ബ്രോങ്ക്യോൾസിൽ ഈ കഫം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിങ്ങനെ നീർക്കെട്ട് ഉണ്ടാവും, അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ആ ഇൻഫ്ലമേഷൻ ആണ് ഈ അസുഖത്തിന് കാരണമാവുന്നത്. അപ്പോൾ ആ ബ്രാഞ്ചസിൽ വരുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ബ്രോങ്ക്യോളിറ്റിസ് എന്ന് പറയാം. ഓക്കെ. സോ ബ്രോങ്ക്യോളിറ്റിസ് എന്നാൽ ശ്വാസകോശത്തിൽ ഏറ്റവും ചെറിയ വായുനാളം വീങ്ങുന്ന ഒരു വൈറൽ അണുബാധയെയാണ് നമ്മൾ ബ്രോങ്ക്യോളിറ്റിസ് എന്ന് പറയാം. ഇത് പ്രധാനമായും 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുക. കുട്ടികൾക്ക് നമ്മൾ സാധാരണ കാണുന്നത് പോലെ ശ്വാസം മുട്ടൽ, കഫം കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഒരു കുറുങ്ങൽ ഉണ്ടാവും കുട്ടികൾക്ക്, ആ കുറുങ്ങൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ചുമ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴോ അതാണ് ഈ ഡിസീസായി മാറുന്നത്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ കുട്ടികൾക്ക് ഒരു ചുമയോ ജലദോഷമോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയി കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ടല്ലോ. നമ്മൾ ഫസ്റ്റ് തന്നെ പോയി ട്രീറ്റ്മെന്റ് എടുത്ത് ഒരു 1 വീക്കിനുള്ളിൽ മാറുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് ബ്രോങ്ക്യോളിറ്റിസ് ആണെന്ന് തന്നെയാണ് കേട്ടോ. ബിക്കോസ് ബ്രോങ്ക്യോളിറ്റിസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബ്രോങ്ക്യോളിറ്റിസ് ഏർലി സിംറ്റംസ് കാണിക്കുന്നത് നമുക്ക് സാധാരണ ഒരു ചുമയോ ജലദോഷവും വരുമ്പോൾ എന്താണോ സിംറ്റംസ് കാണിക്കുക അതേ സിംറ്റംസ് തന്നെയാണ് ബ്രോങ്ക്യോളിറ്റിസ് എന്ന അസുഖത്തിനും കാണിക്കുക. കുട്ടികൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, മൂക്ക് അടപ്പുണ്ടാവും, അല്ലെങ്കിൽ മൂക്കിൽ നിന്നും ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വിശപ്പ് കുറവുണ്ടാവും. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഫീഡ് ചെയ്യുന്ന കുട്ടികളായിരിക്കും, മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികളായിരിക്കും. അവർക്ക് ആ പാലിങ്ങനെ വലിച്ചു കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ആ കുട്ടികൾക്ക്, കാരണം ഈ മൂക്കടപ്പ് കാരണമായിട്ട്. ഇത്രയും സിംറ്റംസ് ആണ് ബ്രോങ്ക്യോളിറ്റിസിൽ ഉണ്ടാവുക. ഇത് പിന്നീട് വീസിങ് അതിനോട് ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ സിംറ്റംസ് എന്നുള്ളത്. നമ്മൾ അത്ര കെയർ എടുക്കാതെ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത് വീസിങ് ആണ്. ശ്വാസം മുട്ടൽ വരും കുട്ടികൾക്ക്. അപ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ പോയിട്ട് ഇൻഹെയിലർ ഒക്കെ യൂസ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ടും ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴായിരിക്കും, അതായത് കുട്ടികൾക്ക് ആ ഒരു ഇത് കൊടുക്കുമ്പോഴായിരിക്കും മാറുന്നത്. അങ്ങനെ ഇതല്ല വരുന്നത് എന്നാണെങ്കിൽ, വീസിങ് അങ്ങനെ മാറുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സ്കാനിങ്ങോ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോഴായിരിക്കും ഈ നീർക്കെട്ടിന്റെ കാര്യമൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇതാണ് ബ്രോങ്ക്യോളിറ്റിസ് എന്നുള്ളതിന്റെ ഡെഫിനീഷനും സിംറ്റംസും ആയിട്ട് വരുന്നത്. ഇനി ഇപ്പോൾ ഇത്രയും അസുഖം കുട്ടികൾക്ക് വന്നു, നമുക്ക് ഇനി എന്താ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, വീട്ടിലൊന്ന് നമ്മൾ പാല് കൊടുക്കുന്ന കുട്ടികളാണെങ്കിലും നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവരുടെ കൈ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവിടെ എവിടെയും പോയി തൊടും, അതിങ്ങനെ വായിൽ ഇങ്ങനെ എടുത്ത് വെക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഹൈജീൻ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ പാല് കൊടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മൂക്കിൽ ഒറ്റിക്കാനുള്ള ഒരു നെയ്സൽ ഡ്രോപ്സ് കിട്ടുമല്ലോ, ആ നെയ്സൽ ഡ്രോപ്സ് കുട്ടികൾക്ക് ഒറ്റിച്ചു കൊടുക്കാം മൂക്കിൽ. അതിനുശേഷം പാല് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടികൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് വെള്ളം കൊടുക്കുക, പാലിങ്ങനെ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കുക. അതേപോലെ കുട്ടികൾക്ക് പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കരച്ചിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പാരസെറ്റമോൾ അടങ്ങിയ മരുന്ന് കൊടുക്കുക.
ഇപ്പൊ ആ മരുന്ന് കൊടുക്കുമ്പോൾ കുറച്ച് അവർക്ക് അതിൽ നിന്ന് ഒരു റിലീഫ് ഉണ്ടാവും. സ്മോക്ക് ചെയ്യുന്ന ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നും കുട്ടിയെ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് സ്മോക്കിംഗ് കൂടി ആവുന്ന സമയത്ത് കുട്ടികൾക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടിലോട്ട് നയിക്കുകയുള്ളൂ. സോ നമ്മൾ സ്മോക്കിംഗ് ആരെങ്കിലും വീട്ടിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്നും കുട്ടിയെ മാറ്റി നിർത്തുക മാക്സിമം. ഇതാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള മരുന്നോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് തന്നെയാണ് കുട്ടികൾക്ക് ഇതിനു വേണ്ടി കൊടുക്കുന്നത്. ഇതിൽ കുട്ടികളിൽ വരുന്ന ബ്രോങ്കിയോളിറ്റിസ് എന്നുള്ളത് ഷോർട്ട് ടേം ആയിട്ടുള്ളതാണ്. അതായത് ഓൾമോസ്റ്റ് 90% ക്യൂറബിൾ ആണ്. മെയിൻലി ബ്രോങ്കിയോളിറ്റിസ് വരാനുള്ളതിന് റീസൺ ആയിട്ട് ഒരു വൈറസ് ആണുള്ളത്. RSV എന്നാണ് വൈറസിന്റെ പേര്. RSV, റെസ്പിറേറ്ററി സിനറ്റിക്കൽ വൈറസ്. ഇത് ഈ വൈറസ് കാരണമാണ് വരുന്നത്. ഇത് എഫക്റ്റഡ് ആവുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അലർജിക് ഉള്ള കുട്ടികൾ ഉണ്ടാവും. അലർജിക് ഉള്ള കുട്ടികളെയാണ് മോസ്റ്റ്ലി ബ്രോങ്കിയോളിറ്റിസ് അഫക്ട് ചെയ്യുക. എന്തെങ്കിലും കാരണവശാൽ ഓരോരോ പൊടിയോടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അലർജിക് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, അവർക്കാണ് ആ ഇത് ചുമ പോയി വീസിങ് അടുത്തത് ബ്രോങ്കിയോളിറ്റിസ് എന്ന ഒരു സ്റ്റേജിലോട്ട് എത്തുന്നത്. അല്ലാത്ത കുട്ടികൾക്ക് അത് വേഗം ഷോർട്ട് ടേം ആ ഒരു 1 to 2 വീക്സിനുള്ളിൽ തന്നെ മാറും. ബ്രോങ്കിയോളിറ്റിസ് ആണെങ്കിൽ ഒരു എക്സ്ട്രാ 2 വീക്സ് കൂടി ആവും മാറാനേ ഉള്ളൂ. കുട്ടികളിൽ ഇത് ക്യൂറബിൾ തന്നെയാണ്. ഇത് മുതിർന്ന ആൾക്കാർക്ക് വരും. മുതിർന്ന ആൾക്കാർക്ക് വരുമ്പോൾ അത് അക്യൂട്ട് ബ്രോങ്കിയോളിസ് ആണ് അല്ലെങ്കിൽ ക്രോണിക് ബ്രോങ്കിയോളിസ് ആണ്. മുതിർന്ന ആൾക്കാരിൽ വരുന്നതിനുള്ള കാരണം ഒന്ന് ഈ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ വിറകടുപ്പിലൊക്കെയാണ് നമ്മൾ പാചകം ചെയ്യുന്നതെങ്കിൽ ആ പുക ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്വസിക്കുമല്ലോ, അപ്പൊ പുക കാരണവും ബ്രോങ്കിയോളിറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് നമ്മുടെ ഒരു റീസെന്റ് സ്റ്റഡീസ് അനുസരിച്ച് പൊല്യൂഷൻ കാരണവും ബ്രോങ്കിയോളിറ്റിസ് വരുന്നുണ്ട്. ഈ 3 കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ശ്വാസനാളത്തിലോട്ട് ഓക്സിജൻ പോകുന്നതിന്റെ ആ ഒരു അളവ് കുറയുകയാണ്. അത് അവിടെ തന്നെ ഇങ്ങനെ കട്ടപിടിച്ച് കിടക്കുന്നതുകൊണ്ട് അതിങ്ങനെ അവിടെ ഒരു ഇൻഫ്ലമേഷൻ അവിടെ ഉണ്ടാവുകയും അത് കാരണം ഈ അസുഖം വരികയാണ് ചെയ്യുന്നത്. ബ്രോങ്കിയോളിറ്റിസ് കാരണം മരണപ്പെട്ട ആൾക്കാരും ഉണ്ട്, പക്ഷെ കുഞ്ഞുങ്ങളിൽ ഇല്ല. മുതിർന്ന ആൾക്കാരിലാണ് കൂടുതലായിട്ടും അത് എഫക്റ്റ്. ബിക്കോസ് കുഞ്ഞുങ്ങളാകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ കെയർ എടുത്ത് അവിടെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അവർ ഏർലി സിംറ്റംസ് കാണിക്കുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടാവും. കുട്ടികളാകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു ഹാബിറ്റ് ആണ്, ഒരു റുട്ടീൻ ഹാബിറ്റിന്റെ ഒരു ഭാഗമാണ് ഈ സ്മോക്കിംഗ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഡിസീസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതൊരു സിവിയർ ആവുന്നത് വരെയോ ആ വ്യക്തികൾ അത് അറിയുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വിറകടുപ്പിൽ പാകം ചെയ്യുന്നവർ പാകം ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുക എന്നുള്ളത് അവർ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അതിങ്ങനെ ഒരു അസുഖത്തിലോട്ട് നയിക്കും എന്നുള്ളത് അവർ അറിയുന്നില്ല. സോ അതൊരു സിവിയർ കണ്ടീഷൻ ആവുന്നത് വരെയും അറിയാറില്ല. അതുകൊണ്ടാണ് മുതിർന്നവരിൽ അതൊരു മരണത്തിന് കാരണമാവുന്നത്. കുട്ടികളിൽ നമ്മൾ അത്രത്തോളം ഒരു സിവിയർ കണ്ടീഷൻ വരെ എത്താറില്ല. അതുകൊണ്ട് നമുക്ക് മാക്സിമം കുട്ടികളിലുള്ളത് ക്യൂർ ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. സോ RSV എന്നുള്ളതാണ് ഇതിന്റെ വൈറസിന്റെ പേര്. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഫ്ലൂയിഡ്സ് കൊടുക്കുക കുട്ടികൾക്ക്. നേസൽ സലൈൻ മൂക്കിൽ ഒട്ടിച്ചു കൊടുക്കേണ്ട ആ ഡ്രോപ്സ് കറക്റ്റായി മൂക്കിൽ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം. നമുക്കും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും, കുട്ടികൾക്കും വലിച്ചു കുടിക്കാനായിട്ട് പറ്റും. അതേപോലെ ഫീവറോ പെയിനോ ഉണ്ടെങ്കിൽ അതിന് വേണ്ട പാരസെറ്റമോൾ അടങ്ങിയ മരുന്ന് കുട്ടികൾക്ക് കൊടുക്കുക. സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുക. ഇത്രയും കാര്യങ്ങൾ വീട്ടിൽ ചെയ്ത് ആന്റിബയോട്ടിക്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മോസ്റ്റ്ലി കുട്ടികൾക്ക് വരുന്ന ഈ ഒരു അസുഖം മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഏത് അസുഖമാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ അതിൻ്റെതായ ട്രീറ്റ്മെന്റ് ആ ഒരു പ്രോപ്പർ ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോ സ്കൂളിൽ വരുന്ന കുട്ടികളാണെങ്കിലും അവരത് സ്കൂളിൽ വന്ന് അങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കുറുങ്ങലുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കുറച്ചൊന്ന് ഓടുമ്പോഴത്തേക്കും ഗതപ്പോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമ്മളത് പാരന്റ്സിനെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് വീട്ടിൽ ഒരു കുഞ്ഞിനെ വളർത്തുന്നവർക്ക് കുഞ്ഞ് കുറച്ച് ദൂരം ഓടുമ്പോൾ അവർ ഗതപ്പ് തോന്നുന്നത് പാരന്റിന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഒരു സ്കൂളിലൊക്കെ ആകുമ്പോൾ ഒരു 30-40 കുട്ടികളൊക്കെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ കുറച്ചും കൂടെ അത് വേഗം അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട് എന്ന് ടീച്ചർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് പാരന്റിനെ അറിയിക്കുക. അപ്പൊ അവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്. പാരന്റ്സിന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. സോ ഭയങ്കര ഒരു മാരകമായ അസുഖമില്ല, നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. മോസ്റ്റ്ലി ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാവും ഇതിന്റെ ഒരു സിവിയർ അല്ലെങ്കിലും ആ ഒരു ഏർലി സ്റ്റേജ് എല്ലാ വീടുകളിലും കണ്ടുവരുന്നത് കൊണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു അസുഖം തന്നെയായിരിക്കും ഇതെന്ന് കരുതുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹലോ മിസ്സേ, ഞാൻ വടകരയിൽ നിന്ന് സരിതയാണ്. ഞാൻ മുടക്കുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അച്ഛനെയും കൊണ്ട്. അപ്പം ഞാൻ ടൈം കിട്ടിയപ്പം വന്നതാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, പിന്നെ എനിക്കിപ്പോൾ അങ്ങ് പോകണോ, ഡോക്ടർ വരേണ്ട സമയമായി. ഏത് ടോപ്പിക്കടാ? ഞാൻ മന്ത് രോഗത്തെ പറ്റിയാണ് പറയുന്നത്.
ഓ ഹലോ വന്നു ഓക്കെ പറയട്ടെ. ഓക്കെ ഞാൻ മന്ത് രോഗത്തെ പറ്റിയാണ് പറയുന്നത്. മന്ത് മാരകമായ രോഗം അല്ലെങ്കിലും മനുഷ്യനെ ദീർഘകാലം അവശനാക്കുന്ന രോഗമാണിത്. ഇതിന് ചികിത്സയേക്കാൾ നല്ലത് നമുക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ്. ഇത് ഇതിനെ ഫിലാരിയസസ് എന്നാണ് ഇതിന് പറയുന്നത്. ഫിലാരിയസസ് ഈസ് കോമൺലി നോൺ ഇത് കാല് വണ്ണം വെക്കുന്നതുകൊണ്ട് ആനയുടെ കാലിൻ്റെ അത്ര വലിപ്പം വരുന്നതുകൊണ്ടാണ് അതിനങ്ങനെ പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ ലസികാ വ്യൂഹത്തെയാണ് ഇത് പ്രധാനമായും പിന്നെ നമ്മുടെ ശരീരത്തിലെ ലിംഫാറ്റിക് സിസ്റ്റത്തെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വൗച്ചറേറിയ, ബാങ്ക്രോഫ്രൈറ്റി തുടങ്ങിയ ഫിലേറിയൻ വിരകളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഇത് ക്യൂലസ് കൊതുകുകൾ കടിക്കുന്ന വഴിയാണ് ഈ രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസ് ആൻഡ് ട്രാൻസ്മിഷൻ, ഇത് പകരുന്ന രീതിയും കാരണങ്ങളും. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫിലാരിയൽ worms like Vauchereria bancrophite. The disease is transmitted from person to person through the bites of infected Culex mosquito. അപ്പോൾ ഈ വെർച്ചറേറിയ, ബാങ്ക്രോഫൈറ്റി തുടങ്ങിയ ഫിലേറിയൻ വിരകൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് വഴിയാണ് ഈ രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ, ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, സ്വെല്ലിംഗ് ഓഫ് ലങ്സ്, ആംസ് ഓർ ജെനിറ്റിൽസ്. ഇത് കാലുകളിലോ കൈകളിലോ ജനനേന്ദ്രിയങ്ങളിലോ ഉണ്ടാകുന്ന കഠിനമായ വീക്കം. പിന്നെ ഹാൻഡ്ലിംഗ് ആൻഡ് തിക്കനിങ് ഓഫ് ദ സ്കിന്ന്, നമ്മുടെ സ്കിന്ന് തൊലി കട്ടി കൂടി ഒരു തഴമ്പ് പോലെ ആകും. പിന്നെ ഇത് ബാധിക്കപ്പെട്ട ഭാഗങ്ങളിൽ കഠിനമായ വേദനയായിരിക്കും. പിന്നെ നമുക്ക് കഠിനമായ ഫീവറും ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോള്, ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ മൊസ്കിറ്റോ കൺട്രോളാണ് പ്രധാനമായും. യൂസ് മൊസ്കിറ്റോ നെറ്റ്സ് ആൻഡ് കീപ് സറൗണ്ടിങ്സ് ക്ലീൻ ടു പ്രിവെൻറ്റ് മൊസ്കിറ്റോ ബ്രീഡിങ്. ഇത് കൊതുക് വലകൾ ഉപയോഗിക്കുക, പിന്നെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, ഇത് പ്രതിരോധ മരുന്നുകൾ സർക്കാർ നിർദ്ദേശിക്കുന്ന പ്രകാരം വർഷത്തിലൊരിക്കൽ ഇതിൻ്റെ പ്രതിരോധ മരുന്ന് കഴിക്കുക. അപ്പോൾ ഇത്രയാണ് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു മിസ്. നന്നായിരുന്നു. സമയമില്ലാത്തപ്പോഴും ഇങ്ങനെ പ്രസന്റ് ചെയ്തതിന് നന്നായിരുന്നു കേട്ടോ. എന്നാൽ ഓക്കെ മിസ്, ഞാൻ പിന്നെ ക്ലാസ് കണ്ടോളാം, റെക്കോർഡ് ക്ലാസ്. ഓക്കേടാ, ശരി, ലിസ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ. നയന പ്രസന്റ് ചെയ്തോടാ. താങ്ക് യു മാം. ഓക്കെ, എൻ്റെ പേര് നയന. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മെനിഞ്ചൈറ്റീസ് ആണ്. ഫസ്റ്റ് നമ്മൾ എന്താണ് മെനിഞ്ചൈറ്റീസ്? വാട്ട് ഈസ് മെനിഞ്ചൈറ്റീസ്? Meningitis is an inflammation of the meninges, the protective membranes covering the brain and the spinal cords. അതായത് നമ്മുടെ തലച്ചോറില് മെനിഞ്ചൈസ് എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട്. നമ്മുടെ എന്താ പറയാ, കേന്ദ്ര നാഡീവ്യൂഹത്തെ അല്ലെങ്കിൽ അതുപോലെ രക്തക്കുഴലുകളെ സംരക്ഷിക്കുന്ന ഒരു ലെയർ ഉണ്ട്, മെനഞ്ചൈസ് എന്ന് പറഞ്ഞത്. ഈ ലെയറിന് സംഭവിക്കുന്ന നീർവീക്കത്തെയാണ് മെനഞ്ചൈറ്റീസ് എന്ന് പറയുന്നത്. ഇത് 5 ടൈപ്പ് മെനഞ്ചൈറ്റീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്ന വൈറൽ മെനഞ്ചൈറ്റീസ് ആണ്. അതായത് വൈറൽ മെനഞ്ചൈറ്റീസ്. ദെൻ സെക്കൻഡ് വരുന്നത് ബാക്ടീരിയൽ മെനഞ്ചൈറ്റീസ്. അതിനുശേഷം വരുന്ന ഫംഗൽ മെനഞ്ചൈറ്റീസ്, ആസ്പെറ്റിക് മെനഞ്ചൈറ്റീസ്, ക്രോണിക് മെനഞ്ചൈറ്റീസ്. ഇങ്ങനെ 5 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വൈറൽ മെനഞ്ചൈറ്റീസ് ആണ്. വൈറൽ മെനഞ്ചൈറ്റീസ് കാസ്ഡ് ബൈ വൈറസ്, അതായത് വൈറസിന്റെ അറ്റാക്ക് മൂലം ഉണ്ടാകുന്നതാണ് വൈറൽ മെനഞ്ചൈറ്റീസ്. ഇതിന് ഈ ഒരു മെനഞ്ചൈറ്റീസ് ഉണ്ടാകുന്ന വൈറസിന്റെ പേരെന്ന് പറയുന്നത് എൻട്രോ വൈറസ് ആണ്. ഈ ഒരു വൈറസ് നമുക്ക് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നും, അതായത് അവരെ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ വരുന്ന ആ ഒരു എയർ നമ്മൾ ശ്വസിക്കുന്നത് വഴി നമുക്ക് ഈ ഒരു വൈറസ് മെനഞ്ചൈറ്റീസ് ഇൻഫെക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്, ഈ ഒരു വൈറസ് നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പനി ഉണ്ടാവും, ഫീവർ ഉണ്ടാവും, ദെൻ നല്ലോണം ഹെഡ് ഏക്ക് ഉണ്ടാവും. അതുപോലെ ഈ ഒരു കഴുത്തിന്റെ ഭാഗം നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനക്കാനോ ഒന്നിനും സാധിക്കത്തില്ല. സ്റ്റിഫ് നെക്ക് എന്ന് പറയും. അതായത് സ്റ്റിഫായിട്ട് നിൽക്കും. നമുക്ക് അനക്കുന്ന സമയം നല്ലോണം വേദന അനുഭവപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റിലേക്ക് നോക്കാനായിട്ട്
ബുദ്ധിമുട്ടുണ്ടാവും, ലൈറ്റ് സെൻസിറ്റിവിറ്റി ഉണ്ടാവും. ലൈറ്റിലേക്ക് നോക്കുമ്പോൾ കണ്ണ് മങ്ങുകയോ അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ട് തോന്നുകയോ ചെയ്യും ഈ ഒരു വൈറസ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്. അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. മെയിൻ ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ കവർ ചെയ്തിരിക്കുന്ന ഈ ഒരു ലെയറിൽ ബാധിക്കുന്നത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. സോ ഇതിന് നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ഈ ഒരു ഇൻഫെക്റ്റഡ് ആയ സമയം നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് ആന്റിവൈറസ് കൊണ്ട് അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. വൈറൽ മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ വലിയ രീതിയിൽ നമുക്കത് പ്രശ്നം ഉണ്ടാക്കത്തില്ല. കറക്റ്റായ രീതിയിൽ നമ്മളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദെൻ ആന്റിബയോട്ടിക് നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു വൈറൽ മെനിഞ്ചൈറ്റിസിനെ നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അധികമായിട്ട് വെള്ളം കുടിക്കാനൊക്കെ ശ്രദ്ധിക്കുക. ആ ഒരു രീതിയിൽ മാത്രമേ ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ദെൻ ഇതാണ് വൈറൽ മെനിഞ്ചൈറ്റീസിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റീസ് ആണ്. ഇത് നമുക്ക് ലൈഫിന് തന്നെ ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. Bacterial meningitis serve life-threatening inflammation of the protective membranes covering the brain and the spinal cords. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ തലച്ചോറിൽ കവർ ചെയ്യുന്ന മെനിഞ്ചൈൻ എന്ന് പറഞ്ഞ ആ ലെയറിൽ ഈ ഒരു ബാക്ടീരിയ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. നമുക്കത് കറക്റ്റ് ടൈമിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല എങ്കിൽ ആ ഒരു വ്യക്തി മരണപ്പെടാനോ അല്ലെങ്കിൽ കോമ സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഇതിന്റെ സിംറ്റംസ് സെയിം തന്നെയാണ്. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണ് എങ്കിൽ നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതിന്റെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും. സഡൻ ആയിട്ട് ഹൈ ഫീവർ വരിക, അതുപോലെ ഹെഡ് ഏക്ക്, കഴുത്ത് നമുക്ക് അനക്കാൻ സാധിക്കാതെ വരുന്നത്, അതുപോലെ തന്നെ ലൈറ്റിലേക്ക് നോക്കാനോ ഒന്നിനും സാധിക്കുന്നില്ല, അതുപോലെ കൺഫ്യൂഷൻസ്. ഇതുപോലെ ഫസ്റ്റ് നമ്മൾ വൈറൽ മെനിഞ്ചൈറ്റിസ് വരുന്ന അതേ സിംറ്റംസ് തന്നെയാണ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. അപ്പോൾ നമുക്കിത് കറക്റ്റ് ടൈമിൽ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയാൽ മാത്രമേ വൈറൽ ആണോ ബാക്ടീരിയൽ ആണോ എന്ന് ലാബ് എക്സാമിനേഷനിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതിന്റെ രണ്ടിന്റെയും സിംറ്റംസ് ഒന്നുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് ലാബ് ടെസ്റ്റിലൂടെ മാത്രമേ വൈറൽ ആണോ ബാക്ടീരിയൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇത് കുട്ടികളിലും വരാൻ ചാൻസ് ഉണ്ട്. കുട്ടികളിൽ വന്നു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. അവർക്ക് നമുക്കറിയാം അവർക്ക് പറയാനായിട്ട് കഴിയില്ല. സോ ഇത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്തോ ഭയങ്കരത്തിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും, ഒരു ഇറിറ്റേറ്റിംഗ് സിറ്റുവേഷൻ ആയിരിക്കും ആ സമയത്ത് കുഞ്ഞുങ്ങളിൽ അവർ നേരിടുന്നത്. ഇത് കൂടുതലും ന്യൂ ബോൺസിന് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിന് കുഞ്ഞു കുട്ടികളിലും ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് നമുക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് അങ്ങനെ അവരുടെ എന്താ പറയാ കഫ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുന്ന സമയത്തോ വരുന്ന ആ ഒരു എയറിലൂടെ ഒരിക്കലും നമുക്കത് ഇൻഫെക്റ്റഡ് ആവുന്നില്ല, സ്പ്രെഡ് ആകുന്നില്ല. ഇത് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ബ്ലഡിലേക്ക് കലർന്നു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് ബ്രെയിനിലേക്ക് ട്രാവൽ ചെയ്യുകയും ബ്രെയിനിനെ ഇത് അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെവിയിലോ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിലോ ചില ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫെക്ഷൻസ് പ്രോപ്പറായ ടൈമിൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ, മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇതും നമുക്ക് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ കുഞ്ഞുങ്ങളിലോ അല്ലെങ്കിൽ വലിയവരായാലും ഈ ഒരു ചെവിയിലോ മൂക്കിലോ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുമ്പോൾ അത് സാധാരണ രീതിയിൽ വെച്ചുകൊണ്ടിരിക്കാതെ മാക്സിമം അത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കുക. കാരണം ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ തലച്ചോറിലെ മെനിഞ്ചൈസ് എന്ന് പറയുന്ന ആ ഒരു ലെയറിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ബാക്ടീരിയൽ അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞിട്ടൊരു ബാക്ടീരിയ ആണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിന്റെ പ്രിവെന്റേഷൻ എന്ന് പറയുന്നത് വാക്സിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഹൈജീൻ ആയിരിക്കുക, ചെവിയും മൂക്കും എല്ലാം ക്ലീൻ ആക്കുക. ഇൻഫെക്ഷൻസ് വന്നാൽ കറക്റ്റ് ടൈമിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക. അതുപോലെ തന്നെ ഇതിന്റെ സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടു തുടങ്ങും. മെയിൻ ആയിട്ട് നോക്കി ലൈറ്റിലൊക്കെ നോക്കാനുള്ള ബുദ്ധിമുട്ട്, കൺഫ്യൂഷൻസ്, നമുക്ക് ഒന്ന്
തലച്ചോറിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒന്നും എന്താ പറയുക ഒരു ബ്ലാങ്ക്നെസ് ഒക്കെ നമുക്ക് അനുഭവപ്പെടും. പനിയോടൊപ്പം ഇത് അനുഭവപ്പെടുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക്കിലൂടെ ഇത് ക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്, ബാക്ടീരിയ അറ്റാക്കിലൂടെ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഇത് റെയർ കേസാണ്. ഇത് നമുക്ക് ഇമ്മ്യൂണിറ്റി വീക്ക് ആയിട്ടുള്ള വ്യക്തികളിൽ, അതായത് നമുക്ക് HIV, ക്യാൻസർ, അതുപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടന്നവരിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. ഇത് ഒരിക്കലും സ്പ്രെഡ് ആകുന്നില്ല. HIV നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രോഗമാണ്. അപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി ബാലൻസ് ഡൗൺ ആവുന്ന സമയത്ത് നമ്മുടെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ക്യാൻസർ വന്ന വ്യക്തികളുടെ ശരീരത്തിലും നമ്മൾ കറക്റ്റ് ആയിട്ട് അത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ നടന്നിട്ടുള്ളവർക്കും കറക്റ്റ് ആയിട്ടുള്ള അതായത് ഹൈജീനിക് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, മുറിവിൽ ഇൻഫെക്ഷൻ, ഇന്റേണൽ മുറിവിൽ ഇൻഫെക്ഷൻസ് വരും. അതും നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് മാറും. ഫംഗൽ ഇൻഫെക്ഷൻ ആണ് എങ്കിൽ ഉറപ്പായിട്ടും അത് ബ്രെയിനിലേക്ക് ട്രാവൽ ചെയ്യുകയും ഫംഗൽ മെനിഞ്ചൈറ്റിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഫംഗൽ എന്ന് പറയുന്നത് ക്രിപ്റ്റോക്കസ്, അതുപോലെ തന്നെ പ്ലാസ്റ്റോമക്സ് എന്ന് പറയുന്ന 2 ഫംഗസുകളാണ് നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഫംഗൽ മെനിഞ്ചൈറ്റിസിൽ കാണുന്നത്. ഇതിന്റെയും സിംറ്റംസ് സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നും വരുന്നില്ല. പനി, കഴുത്തുവേദന, അതുപോലെ ലൈറ്റിൽ നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ തന്നെയാണ് ഇതിലും വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ആസ്പെറ്റിക് മെനിഞ്ചൈറ്റിസ് ആണ്. ഇത് ഇറ്റ്സ് നോട്ട് കോസ്ഡ് ബൈ ടിപ്പിക്കലി ബാക്ടീരിയ, ഓഫ്റ്റൻ വൈറൽ, ബട്ട് ആൾസോ ഫ്രം നോൺ ഇൻഫെക്ഷൻ കോസസ് ലൈക്ക് മെഡിക്കേഷൻ, ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് ഓർ ക്യാൻസർ. ഇത് വരുന്നതും സ്പ്രെഡ് ആകുന്നതല്ല. ഈ ഒരു ആസ്പെറ്റിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ട്, ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. അതിനെ നമ്മുടെ തന്നെ ശരീരം അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ നമ്മുടെ ശരീരം തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ സമയം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയാൻ ചാൻസ് ഉണ്ട്. ആ ടൈമിൽ എല്ലാവർക്കും അല്ല, അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ വരുന്ന ഒരു സിറ്റുവേഷനാണ്, രോഗമാണ് ആസ്പെറ്റിക് മെനിഞ്ചൈറ്റിസ്. അതുപോലെ ക്യാൻസർ ഉള്ള വ്യക്തികൾ ഞാൻ പറഞ്ഞതുപോലെ ഇതും ഫംഗൽ ഇൻഫെക്ഷൻ കൂടെ ഉണ്ടാകുന്നതാണ്. സോ ഫംഗൽ ഇൻഫെക്ഷൻ വഴിയും ഈ ഒരു ആസ്പെറ്റിക് മെനിഞ്ചൈറ്റിസ് വരാം. ക്യാൻസർ ഡിസീസസ്, അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ളവർക്കാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇതും വൈറസിന്റെ അറ്റാക്കും ഉണ്ട്. ഇതിലെ വൈറസ് ഈ ഒരു ആസ്പെറ്റിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം പരത്തുന്ന വൈറസ് എന്ന് പറയുന്നത് എൻട്രോ വൈറസസ് ആണ്. അപ്പോൾ ഇതിന്റെയും സിംറ്റംസ് ഒന്ന് തന്നെയാണ്. സെയിം ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ ഫീവർ, അതുപോലെ ഹെഡ് ഏക്ക്, വോമിറ്റിംഗ്, സ്റ്റിഫ് നെക്ക്, അതുപോലെ ലൈറ്റിൽ നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ തന്നെയാണ് ആസ്പെറ്റിക് മെനിഞ്ചൈറ്റിസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ ലാസ്റ്റ് വൺ വരുന്നത് ക്രോണിക് മെനിഞ്ചൈറ്റിസ് ആണ്. ക്രോണിക് meningitis is a persistent inflammation of the brain protective membranes lasting over ഈ ഒരു സെയിം ഇത് തന്നെയാണ് നമ്മുടെ ലെയറിൽ വരുന്ന വീക്കത്തിനെ തന്നെയാണ് ക്രോണിക് മെനിഞ്ചൈറ്റിസും. ഇതും നമുക്ക് സ്പ്രെഡ് ആകുന്നില്ല. ഇത് വരുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലൂടെ തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഇതുപോലുള്ള ക്യാൻസറോ അല്ലെങ്കിൽ HIV ഈ ഒരു സിറ്റുവേഷൻ ഉള്ള വ്യക്തികൾക്കുമാണ് കൂടുതലായിട്ട് ക്രോണിക് മെനിഞ്ചൈറ്റിസ് കാണുന്നത്. ഇതും ഒരിക്കലും ഇത് സ്പ്രെഡ് ആകുന്നില്ല. സ്പ്രെഡ് ആകുന്നത് വൈറൽ മെനിഞ്ചൈറ്റിസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ബാക്ടീരിയൽ, ആസ്പെറ്റിക്, ക്രോണിക്, ഫംഗൽ, ഇത് 4എണ്ണവും നമുക്ക് സ്പ്രെഡ് ആകുന്നില്ല. നമ്മുടെ ഹൈജീനിക് കുറവ് കൊണ്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ബാക്കി 4എണ്ണം. ദെൻ ക്രോണിക് മെനിഞ്ചൈറ്റിസിന്റെയും സിംറ്റംസ് ഒന്ന് തന്നെയാണ്. പനി, തലവേദന, കഴുത്തുവേദന, അതുപോലെ ലൈറ്റിൽ നോക്കാനുള്ള ബുദ്ധിമുട്ട്, വോമിറ്റിംഗ്, ഇതൊക്കെ തന്നെയാണ് അതിലും വരുന്നത്. പ്രോപ്പറായ ടൈമിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ സാധിക്കും. ദെൻ ഓക്കെ, ഈ 5എണ്ണമാണ് നമ്മുടെ മെനിഞ്ചൈറ്റിസിൽ
5 ടൈപ്പ് ഓഫ് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ 5 എണ്ണമാണ്. വൈറൽ, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, ദെൻ ആസ്പെറ്റിക് മെനിഞ്ചൈറ്റിസ്, ഫംഗൽ മെനിഞ്ചൈറ്റിസ്, ദെൻ ക്രോണിക് മെനിഞ്ചൈറ്റിസ്. അപ്പോൾ ഈ ഒരു 5 എണ്ണമാണ് മെനിഞ്ചൈറ്റിസിൽ വരുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ആയിട്ടില്ലെങ്കിലും ചോദിക്കാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. താങ്ക് യു. ഭീഷ്മയാണ്. ക്ലാസ് എടുത്തിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു മാം. ആണോ ഗ്രീഷ്മ? അതെ മാം. ഹലോ. ഓക്കെ, പ്രസന്റ് ചെയ്തോ. നമുക്ക് ഇന്ന് ക്ലാസ് കുറച്ച് നേരം എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഹാഫ് അവറും കൂടി എന്തേ മാം? കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ ഗ്രീഷ്മ പ്രസന്റ് ചെയ്തോടെ. ഹാഫ് അവർ കൂടി ക്ലാസ് ബാക്കിയുള്ളവര് സെമിനാർ എടുക്കാനുള്ളവർ എടുക്കണ്ടേ, അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വിചാരിച്ചിട്ടാ. അപ്പൊ പ്രസന്റ് ചെയ്തോ. ഓക്കെ മാം, ഞാൻ എടുക്കുന്ന ടോപ്പിക് മീസെൻട്രിക് ലിംഫ് അഡിനൈറ്റിസ് ആണ്. കാരണം ഇതെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞും ഇപ്പോൾ ഒത്തിരി ഇതുകൊണ്ട് സഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ടോപ്പിക് സെലക്ട് ചെയ്യാമെന്ന്. Mesenteric lymph adenitis is considered a medical condition or illness, not a disease itself, but rather a reaction or symptom of an underlying issue. ഇതെന്ന് പറയുമ്പോഴേക്കും ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അത് നമുക്കിങ്ങനെ ഒരു രോഗമായിട്ട് പറയാൻ പറ്റത്തില്ല, പക്ഷേ എങ്കിലും ഇത് കുറേ രോഗങ്ങളുടെ ഒരു ലക്ഷണം കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത് പല രോഗങ്ങളുടെയും ഒരു റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ മീസെൻട്രിക് ലിംഫ് അഡിനൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് എന്താണ്, വാട്ട് ഈസ് മീസെൻട്രിക് ലിംഫ് അഡിനൈറ്റിസ് എന്ന് പറയുകയാണെങ്കിൽ, ഇറ്റ്സ് ആൻ ഇൻഫ്ലമേഷൻ ഓർ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദ ലിംഫ് നോഡ് ഇൻ ദ മീസെൻട്രി. നമ്മുടെ മീസെൻട്രിയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ആൻഡ് സ്വെല്ലിംഗ് ആയിരിക്കും. ഈ മീസെൻട്രി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഇതൊരു ടിഷ്യൂ ആണ്. നമ്മുടെ ഇൻഡസ്റ്റൈനെ അബ്ഡോമിനൽ വാളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ് നമ്മുടെ മീസെൻട്രി എന്ന് പറയുന്നത്. ഈ മീസെൻട്രിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ സ്വെല്ലിങ്ങിനെയാണ് നമ്മൾ ഈ മീസെൻട്രിക് ലിംഫ് അഡിനൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് യൂഷ്വലി ട്രിഗേർഡ് ബൈ വൈറൽ ഇൻഫെക്ഷൻ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഇത് പല വൈറൽ ഇൻഫെക്ഷൻസ് നമുക്കുണ്ടാകാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാം. ഇതെല്ലാമാണ് ഈ നമ്മുടെ മീസെൻട്രിക് ലിംഫ് അഡിനൈറ്റിസിന് കാരണമാകുന്നത്. അതുപോലെ തന്നെ ചില പാരസൈറ്റ്സ് നമ്മളെ കടിക്കുമ്പോഴേക്കും അതിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണവും നമുക്ക് ഇതുണ്ടാകാം. വൈറൽ ഇൻഫെക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കോൾഡ്, ഫ്ലൂ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതെല്ലാം നമ്മുടെ ഈ മീസെൻട്രിക് ലിംഫ് അഡിനൈറ്റിസ് എന്ന് പറയുന്ന സാധനത്തിനെ ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സിംറ്റം എന്ന് പറയുമ്പോൾ അബ്ഡോമിനൽ പെയിൻ, നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് അബ്ഡോമിനൽ പെയിൻ ആയിരിക്കും. അത് ഭയങ്കര പെയിൻ ആയിരിക്കും. എന്താ പറയുക, അത് നമ്മുടെ ലോവർ റൈറ്റ് സൈഡ് ഓഫ് ദ അബ്ഡോമൻ ആയിരിക്കും, അതായത് നമ്മുടെ വയറിൻ്റെ താഴ്ഭാഗത്തായിരിക്കും. പക്ഷേ ഇത് സ്പ്രെഡ് ആവുന്നുണ്ട്, നമ്മുടെ അംബിലിക്കൽ റീജിയൻസിലും ഇത് സ്പ്രെഡ് ആവുന്നുണ്ട്. പക്ഷെ നല്ലൊരു പെയിൻ ആയിരിക്കും. കൂടാതെ ഇത് കൂടുകയാണെങ്കിൽ ഫീവർ, നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ അപ്പറ്റൈറ്റ് ഒക്കെ ലോസ് ആവും, റെഡ്യൂസ് ദി അപ്പറ്റൈറ്റ് ആൻഡ് ടയേർഡ്നെസ്, ഭയങ്കരമായിട്ട് ടയേർഡ് ആവും, വിശപ്പില്ലായ്മയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു പെയിൻ ആയിരിക്കത്തില്ല, ഭയങ്കര പെയിൻ ആയിരിക്കും. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു അസുഖമായിട്ട് മിമിക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് അത് ഈ അസുഖമാണോ എന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക്. കാരണം എന്ന് വെച്ചാൽ ഈ പെയിൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അപ്പൻഡിക്സ് ആണോ, കാരണം അപ്പൻഡിക്സുമായിട്ട് ഇത് ഭയങ്കര ഒരു റിസംബ്ലൻസ് ഉണ്ട് അതിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് റൂൾ ഔട്ട് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ ഇത് അപ്പൻഡിക്സ് ആണോ അല്ലെങ്കിൽ മീസെൻട്രിക് ലിംഫ് അഡിനൈറ്റിസ് ആണോ എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുമ്പം ആദ്യമായിട്ട് നമ്മൾ എന്തായാലും ഡോക്ടർ വിസിറ്റ് ആയിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റീസെൻറ്റ് ഹിസ്റ്ററി ഓഫ് ഇൻഫെക്ഷൻ ആയിരിക്കും ആദ്യം ചോദിക്കുന്നത്. ഇപ്പം ഉണ്ടായ മാറ്റങ്ങൾ, എന്തെങ്കിലും ജലദോഷമോ പനിയോ വേറെ എന്ത് ഇൻഫെക്ഷനെ കുറിച്ചായിരിക്കും അവർ ചോദിക്കുക. പിന്നെ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും ഡോക്ടേഴ്സ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. പിന്നെ നമുക്ക് കുറയാതെ വരുമ്പോഴായിരിക്കും അവരൊരു ഇമേജിങ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ CT സ്കാൻ എടുത്ത് നോക്കും. അപ്പോഴേ നമുക്കത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് അപ്പൻഡിക്സ് ആണോ അതേ നമ്മുടെ ഈ സ്വെള്ളൻ നമ്മുടെ മീസെൻട്രിയിലുള്ള സ്വെള്ളൻ ലിംഫ് നോഡ്സ് ആണോ എന്ന് നമുക്ക് മെയിൻലി കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ CT സ്കാൻ ഓർ നമ്മുടെ അൾട്രാസൗണ്ട് തന്നെയായിരിക്കും.
പിന്നെ അവർ ചെയ്യുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കും. കാരണം ഇൻഫെക്ഷൻ ഉണ്ടോ, അത് എന്ത് തരം ഇൻഫെക്ഷൻ ആണ്, കാരണം ആ ഇൻഫെക്ഷനിൽ നിന്നായിരിക്കും നമ്മുടെ ഈ ലിംഫ് നോട്ട്സ് എല്ലാം ഇങ്ങനെ സ്വെള്ളനാവാൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിനൊരു റിസ്ക് ഫാക്ടർ എന്ന് വെച്ചാൽ എന്തൊരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ വന്നാലും അത് ഈ ലിംഫ് നോഡിനെ ഇങ്ങനെ സ്വെള്ളനാക്കാൻ കാരണമാവുന്നുണ്ട്. അതായത് ഇപ്പം ഒരു ജലദോഷം വന്ന് ഇച്ചിരി കൂടിപ്പോയാലും ഉടൻ തന്നെ അത് നമ്മുടെ ഈ ലിംഫ് നോട്ട്സിനെ ബാധിക്കുന്നുണ്ട്. അപ്പോഴേക്കും അതെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഇൻഫ്ലമേറ്റഡ് ആയിട്ട് സ്വെള്ളനായിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റിക്കവറി എന്ന് പറയുമ്പം നമുക്ക് ഒരു സെൽഫ് ലിമിറ്റിംഗ് ആണിത്. ഓഫൺ റിസോൾവ് ഇറ്റ്സ് ഓൺ. അപ്പോൾ നമുക്ക് എന്താണോ പ്രോബ്ലം, നമ്മുടെ മൂലകാരണം, അതൊന്നും ഓക്കെ ആകുമ്പോൾ നമ്മുടെ ഈ പ്രോബ്ലം എല്ലാം ഒന്ന് മാറുന്നതാണ്. പക്ഷേ ഇൻ മൈൽഡ് കേസ്, അതായത് വൈറസ് അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, ഇപ്പം നമുക്ക് ജലദോഷമൊക്കെ ഉണ്ടായെന്ന് വെച്ചോ, അപ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഈ മീസെൻട്രിക് ലിംഫോയിഡ് അഡ്നൈറ്റിസ്, അതായത് നമ്മുടെ ഈ ലിംഫ് നോട്ട്സ് എല്ലാം സ്വെള്ളനായിട്ട് നമുക്ക് അബ്ഡോമിനൽ പെയിൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ നമ്മുടെ കോൾഡ്, കഫ്, ഇതിൻ്റെയൊക്കെ മെഡിക്കേഷൻ എടുത്ത് ഈ ജലദോഷവും ചുമയും എല്ലാം മാറുമ്പോഴേക്കും തനിയെ തന്നെ ഈ സംഭവം മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ചില കേസസിൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തില്ല. നമ്മുടെ ഈ ഓൾറെഡി ഇൻഫെക്ഷൻസ് മാറിയാൽ പോലും ഈ ഇൻഫ്ലമേറ്റഡ് ആയിരിക്കുന്ന ലിംഫ് നോട്ട്സ് റെഡ്യൂസ് ആവത്തില്ല. അങ്ങനെയുള്ള ടൈമുകളിൽ നമുക്ക് ഡോക്ടേഴ്സ് പെയിൻ കില്ലേഴ്സ് തരും. പിന്നെ ഒരു എക്സ്ട്രീം ലെവലിലോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മളിവിടെ ആൻറ്റിബയോട്ടിക്സ് എടുക്കത്തുള്ളൂ. അല്ല എങ്കിൽ പെയിൻ മെഡിക്കേഷൻസും മറ്റ് ഇൻഫെക്ഷൻ ആവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസും വെച്ചിട്ടാണ് നമ്മളിതിനെ കൺട്രോൾ ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏതൊരു ഇൻഫെക്ഷൻ ബോഡിയിൽ ഉണ്ടായാലും അത് നമ്മുടെ ഈ ലിംഫ് നോട്ട്സിനെ സ്വെല്ലം ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്റഡ് ആക്കുന്നു, അതിലൂടെ ഈ പെയിനിലോട്ട് വരുന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്ത് ഞാൻ പറയാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഹോം റെമഡീസ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും, ഡോക്ടേഴ്സ് എങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പറഞ്ഞാൽ ഗെറ്റ് പ്ലെൻറ്റി ഓഫ് റെസ്റ്റ്, നല്ല റെസ്റ്റ് കൊടുക്കുക. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നല്ല റെസ്റ്റ് എടുക്കുക. പിന്നെ ഡ്രിങ്ക് മോർ ഫ്ലൂയിഡ്സ്, ഒത്തിരി വെള്ളം കുടിക്കുക. കാരണം വെച്ചാൽ ചില സമയങ്ങളിൽ ഈ ഒരു കണ്ടീഷനിലോട്ട് വരുമ്പോൾ നമുക്ക് നല്ല വോമിറ്റിങ്, ഡയറിയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ചില പെയിൻ അധികം ആവുകയാണെങ്കിൽ അപ്ലൈ മോയിസ്റ്റ് ഹീറ്റ്, ഒരു വാം ക്ലോത്ത്, വാം വാട്ടറിൽ നമ്മൾ ഈ ക്ലോത്തും ഡിപ്പ് ചെയ്തിട്ട് ആ വേദനയുള്ള വയറ്റിന് ചുറ്റും വെച്ച് കൊടുത്താൽ അത് നമുക്കൊരു ആശ്വാസമാണ്. ഇതൊക്കെ ഒരു ഹോം റെമഡിയാണ്. പിന്നെ ലിക്വിഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് ഹെവി ഫുഡ് എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റ് ആവാനും ആ ഒരു സമയത്തുള്ള ഒരു പെയിൻ ഒഴിവാക്കാനും ലിക്വിഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. മെയിൻലി കുഞ്ഞു പിള്ളേരാകുമ്പോൾ ജങ്ക് ഫുഡ് ഒഴിവാക്കുക. കാരണം അറിയാലോ, നമ്മുടെ പിള്ളേരെല്ലാം ഒത്തിരി ബിസ്ക്കറ്റും അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ പറയുകയാണ്. കാരണം സ്കൂളിലാണെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുത്തു വിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. കാരണം ഇതെല്ലാം നമ്മുടെ ഈ ഒരു അവസ്ഥയെ കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, എടാ, എത്ര വയസ്സ് മുതൽ മോന് മനസ്സിലായത് ഇങ്ങനത്തെ അസുഖമാണെന്ന്? മാം, എൻ്റെ കുഞ്ഞെന്ന് വെച്ചാൽ ഒരു 3 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അവൾക്ക് പെയിൻ ആയിട്ട്. അപ്പോൾ ഞാൻ പല ട്രീറ്റ്മെന്റ് നോക്കിയായിരുന്നു ഡോക്ടേഴ്സ്. അതിനുശേഷം ഒട്ടും കൺട്രോൾ ആവാതെ വന്നപ്പോഴാണ് സ്കാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ സൈസ് ഇച്ചിരി ഒത്തിരി വലുതായിരുന്നു. പുള്ളിക്കാരി അലർജിക്കാണ്. അപ്പോൾ കണ്ടിന്യൂസ് ചുമയും ഛർദിലും ഇങ്ങനെ മാറാണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഇൻഹേലർ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടും ഈ ഒരു പെയിൻ ഒരു കുറവും വന്നിട്ടുണ്ടായില്ല. അങ്ങനെ CT എടുത്ത് നോക്കിയപ്പോഴാണ് ഈ സംഭവം കണ്ടുപിടിച്ചത് മാം. അപ്പോൾ അവൾക്ക് 3 വയസ്സായിരുന്നു. ഇപ്പോഴും വരുന്നുണ്ടോ? ഇപ്പോഴും വരുന്നുണ്ട് മാം. അവള് അലർജിക്ക് ആയതുകൊണ്ട് തന്നെ ഈ കണ്ടിന്യൂസ് ജലദോഷവും പനിയൊക്കെ എപ്പോൾ വരുന്നുണ്ടോ അപ്പോൾ തന്നെ നെക്സ്റ്റ് ഡേ അവൾക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വയറിൽ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് കിടക്കുക, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെയിൻലി കുഞ്ഞു പിള്ളേർക്കും ടീനേജുകാർക്കും കൂടുതൽ വരുന്നത്. ഡോക്ടേഴ്സ് പറയുന്നത് ജങ്ക് ഫുഡ് കൂടുതൽ ഒഴിവാക്കുക. കാരണം വെച്ചാൽ സ്കൂളിൽ കൊടുത്തു വിടാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഫ്രൂട്ട്സ് കൊടുത്തു വിട്ടാലും അവര് എന്തേ മാം നട്ട്സ് ഒക്കെ ഇല്ലടാ, പീനട്സോ കാഷ്നട്ടോ അങ്ങനെ എന്തെങ്കിലും? അതൊക്കെ കൊടുക്കാന്ന് പറഞ്ഞുണ്ട്. പക്ഷെ കുട്ടി അതൊന്നും കഴിക്കുന്നില്ല. പിന്നെ അധികം ആവരുതെന്ന് പറഞ്ഞു. ഡൈജസ്റ്റ് ആവാൻ എളുപ്പമുള്ള ഫുഡ് കൊടുക്കുക. മെയിൻലി ഫ്രൂട്ട്സ് ഫോക്കസ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. പക്ഷെ
നമുക്ക് കുഞ്ഞു പിള്ളേരാകുമ്പോൾ നമുക്ക് ആയിരിക്കും, കാരണം കുഞ്ഞുങ്ങളല്ലേ, എല്ലാവരും പരസ്പരം ഫുഡെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ എവിടെ നിന്നാണെങ്കിലും കഴിക്കുന്നുണ്ട്. അപ്പം കാരണം ഇവർ കഴിക്കുന്ന ജങ്ക് ഫുഡിനേക്കാൾ കൂടുതൽ ഇവർ വാട്ടറും കുടിക്കണം, അതിനനുസരിച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഇവരുടെ ഡയറ്റിലോട്ട് പോകണം. അറിയാലോ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ ഇതെല്ലാം ഒഴിവാക്കുക, വെജിറ്റബിൾസും ഫ്രൂട്ട്സും എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമില്ലാത്ത പിള്ളേരാ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും വരുന്നുണ്ട്, കാരണം എല്ലാം മീൻസ് മെഡിസിൻസ് ഒക്കെ എടുത്ത് ഇൻഫെക്ഷൻസ് ഒക്കെ കുറച്ച് ഒരു ഇതിന് പോവുകയാണെങ്കിൽ ഓക്കെ ആവും. പക്ഷെ എപ്പോഴൊക്കെയാണോ ജലദോഷം വരിക, ചുമ വരിക, അങ്ങനെ വരുമ്പോഴേക്കും ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അതാണ് ഞാൻ മീൻസ് എന്നെ പോലെ കുറെ പേരൻസ് കാണും ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ്. അതാണ് ഞാൻ വിചാരിച്ചത് ഇതൊന്ന് സെലക്ട് ചെയ്തേക്കാന്ന്. ഓക്കെ, നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് അറിയുന്നൊരു അസുഖമാണ്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് അറിയുന്നില്ല. നന്നായിരുന്നു ടോപ്പിക്. ഒരുപാട് പേർക്ക് ആദ്യമായിട്ടായിരിക്കുമല്ലേ നമ്മൾ അറിഞ്ഞത് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത്, അല്ലെ? സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? എന്തേ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? പറഞ്ഞു തരാം. എന്തേ ഹലോ, സ്പെല്ലിംഗ് പറഞ്ഞുതരാം. മീസെൻട്രിക്, MESENTERIC, മീസെൻട്രിക്. ലിംഫ്, LYMPH, ലിംഫ്. അഡിനൈറ്റിസ്, ADENITIS. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു മാം. കുറച്ച് എമർജൻസി ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഓക്കെ, നിങ്ങളോടൊക്കെ ഒരു ഇൻഫർമേഷൻ പറയണം. നേരത്തെ എന്റെ ക്ലാസ് കട്ടായി പോയി, ബ്രേക്ക് ആയി പോയി. ശ്രദ്ധിച്ചോ ക്ലാസ്സിന്റെ സമയത്ത്? ഇല്ല, മോനോടല്ല, എല്ലാവരോടും കൂടിയാ. ആ സമയത്ത് എന്റെ മെസ്സേജ് ഫുള്ളും പോയി. നമ്മള് ചാറ്റ് ചെയ്ത് നിങ്ങൾ അയച്ച മെസ്സേജ് ഫുള്ളും പോയിടാ. ഞാൻ പ്രസന്റ് ചെയ്യട്ടെ. ഓക്കെ, ഓർഡറിങ് എങ്ങനെയായിരുന്നു? ഷിനിയല്ലായിരുന്നു? ഷിനി, പിന്നെ അശ്വതി, ഇവര് രണ്ടുപേരും എനിക്ക് ഓർമ്മയില്ലായിരുന്നു നെക്സ്റ്റ് ആണുള്ളത്. ശേഷം രണ്ടാള് പ്രസന്റ് ചെയ്തായിരുന്നു. ഏതാ? ഷിനിയല്ല, നമീഷ്. നെംഷീന. അർജുന്റെ കാനുണ്ടോ പോവാനായിട്ട്? എനിക്കോ? ഇല്ല, പോവാനൊന്നുമില്ല. അല്ല, മോനെ പേര് ഞാൻ കണ്ടില്ലടാ, അതുകൊണ്ടാണ് കേട്ടാടാ. ഞാൻ ആദ്യം ഷിനിയുടെ വേറെ ആർക്കെങ്കിലും തിരക്കുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല. ഓക്കെ, നഷീമ പറഞ്ഞോ, എന്നിട്ട് നെക്സ്റ്റ് ഉള്ളവർ ബാക്കിയുള്ളവർ പറയട്ടെ. ഓക്കെ, വേഗം കൺക്ലൂഡ് ചെയ്യാൻ നോക്കണോട്ടോ ബാക്കിയുള്ളവർ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ടുഡേ ഐ ആം ടോപ്പിക് ഡെങ്കിപ്പനിയാണ്. പൊതുവെ നമ്മൾ കേട്ടുവരുന്ന ഒരു ഡിസീസ് ആണ് അല്ലെ ഡെങ്കിപ്പനി. ആ ഡെങ്കിപ്പനി ഒരു വൈറസ് രോഗമാണ്, അതായത് ഒരു പകർച്ചവ്യാധി രോഗമാണ്. ഇത് ഒരു ഏഡിസ് വർഗത്തിൽപ്പെട്ട പെൺകൊതുക് ആണ്. പെൺകൊതുക് വഴിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പകരുന്നത്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഏകദേശം 3 ദിവസം മുതൽ 5 ദിവസത്തിനുള്ളിലാണ് ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്. അതായത് കെട്ടിക്കിടക്കുന്ന ശുദ്ധജലങ്ങളിലാണ് ഈ കൊതുകുകൾ മുട്ടയിടുന്നത്, കൂടുതലായി കാണപ്പെടുന്നത്. ഉദാഹരണം, നമ്മൾ പരിസരത്ത് കാണുന്ന ചിരട്ട, ടയറ്, ചെടിച്ചട്ടികള് പോലുള്ളവ. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് തലവേദന, പെട്ടെന്നുണ്ടാവുന്ന വൈറസ് പനി, അമിതമായ ക്ഷീണം, ഛർദി, കണ്ണിന് പിന്നിലുള്ള അസഹനീയമായ തലവേദന, വേദനകള്, പേശികളും സന്ധികളിലുമുള്ള വേദന. അതുപോലെ നമ്മുടെ ശരീരത്തിൽ കാണുന്നതാണ് ബ്ലഡിലുള്ള ഒരു ഇതാണ് പ്ലാറ്റ്ലെറ്റ്സുകൾ. അവ കുറയാൻ സാധ്യത ഇത് വളരെ കൂടുതലാണ്.
അതുപോലെ രണ്ട് ദിവസം മുതൽ 5 ദിവസങ്ങളിലുള്ളിൽ കാണപ്പെടുന്ന ശരീരത്തിൽ കാണുന്ന ചുവന്ന സ്പോട്സുകൾ, അതായത് ചെറിയ ചുവന്ന പാടുകൾ കാണപ്പെടുന്നുണ്ട്. ഇതിന് വേഗം തന്നെ നമ്മൾ എന്ത് ചെയ്യണോ, ഈ ലക്ഷണങ്ങൾ കണ്ടുവരുന്നതിന് സമയത്ത് തന്നെ നമ്മൾ വേഗം തന്നെ ഡോക്ടറെ കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക, വിശ്രമിക്കുക. ഇതിന് പ്രത്യേകമായിട്ട് വാക്സിൻ ഇല്ല. ഇത് തടയാനുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം, അതായത് നമ്മളെ പരിസരങ്ങൾ എന്ത് ചെയ്യുക, വീട് പരിസരങ്ങൾ നീറ്റാക്കി വെക്കുക. പരമാവധി നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളൊക്കെ ഒഴിവാക്കി പരിസരമൊക്കെ വൃത്തിയാക്കി വെക്കുക. അതുപോലെ കൊതുക് നിവാരണ മാർഗങ്ങളുണ്ട്, അതൊക്കെ സ്വീകരിക്കുക. ഈ ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഒരു അപകടകരമായ രോഗമാണെങ്കിലും നമ്മൾ മുൻകരുതൽ, അതായത് നമ്മൾ വീടും പരിസരങ്ങളൊക്കെ നമ്മൾ ഒരു നീറ്റ്നെസ്സിൽ വെക്കുകയാണെങ്കിൽ നമ്മളിത് എന്താ പറയാ, കുറെ ഇതിൽ നിന്നും തടയാൻ പറ്റും. ഈ കൊതുകിൽ നിന്നും നമുക്ക് ഈ ഡെങ്കിപ്പനി പരമാവധി തടയാൻ പറ്റുന്നതാണ്. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഹലോ മാം, ഞാൻ ആയിഷ. മാം റസീന, സ്ക്രീനിൽ ആയിഷ എന്ന് കാണും. ആയിഷ എന്താണ്? ആ മാം എനിക്ക് തന്നതായിരുന്നു ഡെങ്കിപ്പനി. ഞാൻ അപ്പൊ അതാണ് ചെയ്തത്. അപ്പൊ ഞാൻ കണ്ടതിൽ അതിന് ഇല്ല, കുഴപ്പമില്ല. ഷീന പ്രസന്റ് ചെയ്യട്ടെ. ഓക്കെ, പ്രസന്റ് ചെയ്തോ കഴിഞ്ഞിട്ട്. അതിന് മാം ഒരു ഡൗട്ട്. അതില് വാക്സിൻ ഉണ്ട്, ഡെങ്കു വാക്സിൻ ഓൺലി ഡെങ്കു വാക്സിൻ കറന്റ്ലി അവൈലബിൾ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പൊ നമ്മുടെ രാജ്യത്താണ് അതില്ലാത്തല്ലേ? നോട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഞാൻ പറയാൻ പോകുന്നത് കേൾക്കാണ്ടോ മാം? കേൾക്കാട, പറഞ്ഞോട്ടെ. സോറി കേട, കുറെ പേര് മാറിയില്ലേ ഇതിനിടയില്. ഞാൻ പറയാൻ പോകുന്നത് അഡിനോയിഡ് എന്നൊരു അസുഖത്തെ കുറിച്ചാണ്. അഡിനോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിന് പിന്നിലും തൊണ്ടയുടെ മുകൾ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ലിംഫോയിഡ് ടിഷ്യൂ ആണ്. ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നൽകുന്നതിന് സഹായിക്കുന്ന ഒരു കോശങ്ങളുടെ ഒരു കൂട്ടമാണ് ലിംഫോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളിലും ഇത് ജനിക്കുമ്പോൾ തന്നെയൊക്കെ ഉണ്ടാവും. അപ്പോൾ 3 മുതൽ 5 വയസ്സ് വരെ ഈ കുട്ടികളിൽ ഇത് വലുതായിട്ട് കാണും. പിന്നെ 5 മുതൽ 8 വയസ്സാവുന്നതോടെ ഇത് ചുരുങ്ങി കൗമാരത്തോടു കൂടി ഇത് പൂർണ്ണമായും അപ്രത്യക്ഷമാകാറുണ്ട്. പക്ഷെ ചില കേസുകളിൽ ചില കുട്ടികളിൽ ഇടയ്ക്കിടെ വരുന്ന അണുബാധകൾ അല്ലെങ്കിൽ ഓരോ ബാക്ടീരിയ വൈറസുകളൊക്കെ വരുമ്പോൾ ഈ ഗ്രന്ഥി വീർത്ത് അവർക്ക് ശ്വാസമുട്ട്, പിന്നെ ചെവി ഇൻഫെക്ഷൻ, അങ്ങനെ കുറച്ച് അസുഖങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പൊ അങ്ങനെ അവർക്ക് വായിൽ കൂടെ നമുക്ക് മൂക്കിൽ കൂടെയാണല്ലോ സാധാരണ ശ്വാസം എടുക്കുന്നത്. വായിൽ കൂടെ മൂക്ക് ഫുള്ളായിട്ട് അടഞ്ഞ് വായിൽ കൂടി ശ്വാസം എടുക്കുന്ന ഒരു അവസ്ഥ വരും. പിന്നെ അവർക്ക് അത്രയും എന്നിട്ട് പറയാം, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ, ഗുരുതരമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ശസ്ത്രക്രിയ വഴിയായിട്ട് അത് റിമൂവ് ചെയ്ത് കളയേണ്ടതായിട്ട് വരും ചില കേസുകളിൽ. അപ്പൊ നമ്മള് അതിന് എൻഡോസ്കോപ്പി വഴിയായിട്ടാണ് ഇത് എത്രത്തോളം ഗ്രോത്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ കുട്ടികളിൽ ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ എല്ലാ മാസത്തിലും, എന്റെ മോന് ഇത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിനെ കുറിച്ച് പറയണേ. അപ്പൊ അവന് എല്ലാ മാസത്തിലും ചിലപ്പോൾ 2 തവണയൊക്കെ ആയിട്ട് ഇങ്ങനെ അസുഖങ്ങൾ വരും. ജലദോഷം, ചെവി വേദന, തൊണ്ടവേദന, അങ്ങനെയൊക്കെ ആയിട്ട് വരും. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അലർജി ഉണ്ടായിരുന്നു എന്ന് കണ്ടു. പക്ഷെ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആന്റിബയോട്ടിക് എടുക്കും, പിന്നെയും വരും, അല്ല അടുത്ത മാസങ്ങളിൽ ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറിനെ അഡിനോയിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവന്റെ ഇങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടത്. അപ്പൊ അതിന്റെ മെയിൻ കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴാണ് ഇത് തൊണ്ടയിൽ ഇങ്ങനെ ഇത് നമുക്ക് കാണാൻ പറ്റില്ല. മൂക്കിക്കൂടെ ദശ കാണാം, പക്ഷെ ഇത് കാണാൻ പറ്റില്ല. ഇത് എൻഡോസ്കോപ്പി വഴിയായിട്ട് അത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത് എൻഡോസ്കോപ്പി ചെയ്തപ്പോ 60% മൂക്കിൽ ഇങ്ങനെ അടഞ്ഞു നിൽക്കുകയാണ്. 100% ഇത് ഫുള്ളായിട്ട് അടഞ്ഞ് വായിക്കൂടെ ശ്വാസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അത് സർജറി ചെയ്ത് കളയേണ്ടതായിട്ട് വരും. അപ്പൊ അത് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ഇതിന്റെ ഗ്രോത്ത് അനുസരിച്ചിട്ടാണ് ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജി, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള അണുബാധകൾ, ജലദോഷം, തൊണ്ടവേദന, പിന്നെ ജനിക്കുമ്പോൾ തന്നെ വലിയ അഡിനോയിഡുകളായിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട്.
ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. വായിലൂടെയാണ് ശ്വാസം എടുക്കുക. അപ്പൊ അവർ ഏത് നേരം ഇങ്ങനെ വായ തുറന്ന് ചിലപ്പോ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അവർ വായ തുറന്ന് ഇങ്ങനെ ഒരു നെടുവീർപ്പിടുന്ന പോലെ ശ്വാസം എടുക്കുന്നത് കാണാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഇവർ കൂർക്കം വലിക്കും. സാധാരണ മൂക്കടപ്പ് വരുമ്പോൾ കുട്ടികൾ കൂർക്കം വലിക്കുന്നതാണ്. പക്ഷെ അതല്ലാതെ ഇവരിങ്ങനെ കൂർക്കം വലിക്കും. ഉറക്കത്തിൽ ഇങ്ങനെ കൂർക്കം വലിക്കും. അതിന് സ്നോറിംഗ് എന്നാണ് പറയണേ. പിന്നെ ഉറക്കത്തിൽ ശ്വാസം കുറച്ച് നിമിഷത്തേക്ക് നിലയ്ക്കുന്ന ഒരു അവസ്ഥ, അതെന്ന് വെച്ചാൽ സ്ലീപ്പ് അപ്നിയ. വേറെ ആൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്. അപ്പൊ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഉറങ്ങുമ്പോൾ നോർമലായിട്ട് അവര് ഉറങ്ങാണ്, പക്ഷെ കുറച്ചു നേരം അവര് ഞെട്ടി എണീറ്റ് പെട്ടെന്ന് ഒരു ശ്വാസം വലിക്കുക. അപ്പൊ ചെറിയ കുട്ടികളിലാകുമ്പോൾ അവർ കരഞ്ഞ് എണീക്കും. അപ്പൊ നമ്മൾ അത് എന്താന്ന് വെച്ചാൽ നമുക്കത് അറിയില്ല. പക്ഷെ ചില കുട്ടികൾ ഇങ്ങനെ ശ്വാസം കുറച്ചു നേരത്തേക്ക് നിന്ന് ഒരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. പിന്നെ വെച്ചാൽ ചെവിയിൽ അവർക്ക് എപ്പോഴും ഇങ്ങനെ ചെവി ഒലിച്ചിരിക്കും, അങ്ങനെ ചെവിയിൽ വേദന, അങ്ങനെ ചെവി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വരും. പിന്നെ കേൾവിക്കുറവ്, അവരടുത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ കൂടി അവര് കേൾക്കാത്തൊരു ഇതിലേക്ക് വരും. പൂർണ്ണമായിട്ടല്ല, എന്നാലും അവർക്കൊരു കേൾവിക്കുറവ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരത്തിൽ മാറ്റം വരും. അവരിങ്ങനെ മൂക്ക് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് അവരുടെ ശബ്ദത്തിൽ ഇങ്ങനെ മാറ്റം വരും. ഒരു മൂക്ക് അടഞ്ഞ് സംസാരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ വരുന്നത് പല്ലുകളുടെ ഒരു പ്രശ്നം. പല്ലുകൾ ഇങ്ങനെ മുന്നിലോട്ട് ഉന്തി നിൽക്കും, ഉന്തി ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ പല്ലിങ്ങനെ മുന്നിലേക്ക് തള്ളി വരുന്നത് കൊണ്ട് അവരുടെ ആ താടിയിൽ ഇങ്ങനെ നീണ്ടു പോയില്ലേ, മുഖം കൂരച്ചു പോകുന്ന, അങ്ങനെ എന്തോ പറയുന്നതിന്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പൊ നമ്മൾ അങ്ങനെ കുട്ടികളെ കാണുമ്പോൾ അത് കുട്ടികൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ മാസത്തിലും ഇങ്ങനെ അടിക്കടിക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു ഡോക്ടർ അഡിനോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മളിങ്ങനെ ആന്റിബയോട്ടിക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇത് അഡിനോയിഡിന്റെ പ്രശ്നം കൊണ്ടാണോ വരുന്നത് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് മൂക്കിക്കോടെ ശ്വാസം വലിക്കാനായിട്ടുള്ളൊരു തടസ്സമാണ് അതുകൊണ്ട് ഉണ്ടാവണേ. അപ്പം ഇതിന് ചികിത്സ എന്ന് പറയുന്നത്, ഇത് മെയിനായിട്ട് ഇത് എൻഡോസ്കോപ്പി വഴിയായിട്ട് ഇതിന്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് സ്പ്രേ ചെയ്യുന്നുണ്ട്. മെഡിസിൻ എടുക്കാം. പക്ഷെ മുഴുവനായിട്ടും മൂക്ക് ബ്ലോക്ക് ആവുമ്പോൾ അവർക്ക് വായകോടെയാണ് ശ്വാസം എടുക്കുന്നതെങ്കിൽ, അവർക്ക് അങ്ങനെ ഗുരുതരമായിട്ട് പ്രശ്നങ്ങൾ എന്തെന്നുണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്കിത് കുട്ടികളിൽ ആണ് കൂടുതലായിട്ട് വരുന്നത്. മുതിരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡി പ്രതിരോധം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അത് വലുതാവും. നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് റിമൂവ് ചെയ്ത് പോകുന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. അടുത്താൾ പ്രസന്റ് ചെയ്തോ, അശ്വതി പ്രസന്റ് ചെയ്തോ. ഹലോ മാം, കേൾക്കാമോ? കേൾക്കാണ്, പ്രസന്റ് ചെയ്തോ കേട്ടോ. ഇവിടെ ടിവിയുടെ ചെറിയ ഒച്ച കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ മാം? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് റെഡ് ഐ അഥവാ പിങ്ക് ഐ എന്ന് നമ്മൾ പറയും. അതിൻ്റെ മെഡിക്കൽ നെയിം എന്ന് പറയുന്നത് കൺജക്റ്റീവ്സ് ഐസ് അഥവാ ചെങ്കണ്ണ് എന്നുള്ളതാണ്. ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ കണ്ണിൽ ഒരു വെളുത്ത പാളി, ആ വെളുത്ത പാളിയിൽ ഒരു ചുവപ്പായിട്ട് വരും. അതിന് കാരണം രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന വീക്കമാണ്. ഇത് മെയിനായിട്ട് വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകും. അതാണ് കോമൺ ആയിട്ട് എല്ലാവരിലും കാണപ്പെടുന്നത്. പക്ഷെ അത് വളരെ പെട്ടെന്ന് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പെട്ടെന്ന് പകരും. പിന്നെ ഉള്ളത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, പിന്നെ അലർജി കാരണം ഉണ്ടാവുന്നത് ഡസ്റ്റ് അലർജി, ഈ പൂമ്പൊടികൾ, സ്മോക്ക്, പിന്നെ നമുക്ക് പൊടികളിൽ നിന്നൊക്കെ ഉള്ള അലർജികൾ, കെമിക്കൽ ചില പെട്ടെന്നുള്ളത് കണ്ണിലോട്ട് അടിക്കും. ചില കെമിക്കലായിട്ടുള്ള, ഞങ്ങൾക്ക് ഇവിടെയൊക്കെയാന്ന് പറയുകയാണെങ്കിൽ ഏലമാണ് മൊത്തം. അപ്പോൾ ഏലത്തിൽ അടിക്കുന്ന ചില മരുന്നുകൾ നമ്മുടെ കണ്ണിന് വല്ലാതെ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതിൻ്റെ സ്മെല്ലും അതിനൊരു പുക പോലെ എന്തോ ഒരു ഇതുണ്ട്. അത് നമ്മുടെ കണ്ണിലോട്ട് അടിക്കുമ്പോൾ അത് വളരെ പുകച്ചിലും അതൊക്കെ ഉണ്ടാകും. അതും ചെങ്കണ്ണിന് കാരണമായിട്ട് കാണുന്നുണ്ട്. പിന്നെ കെമിക്കൽ പ്രൊഡക്റ്റുകളിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ണിൽ യൂസ് ചെയ്യുന്നത്, പെണ്ണുങ്ങൾ കണ്ണിൽ യൂസ് ചെയ്യുന്ന ഒരുവിധം ഒത്തിരി ഓവറായിട്ട് കെമിക്കലായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ കണ്ണിന് ചെങ്കണ്ണ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ മീഡിയാസ്, ഫോൺ, ലാപ്ടോപ്പ്, TV, അതിൻ്റെയൊക്കെ അമിതമായ ഉപയോഗവും നമ്മളെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് അലർജി ഉണ്ടാകും. പിന്നെ എപ്പോഴും കണ്ണുകൾ ഡ്രൈ ആയിരിക്കും. പിന്നെ ചിലർക്ക് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും. പിന്നെ വീക്കം, ഈ പരിക്കുകളൊക്കെ കാരണം ഇതുണ്ടാവാറുണ്ട്.
പിന്നെ അസ്വസ്ഥത ഉണ്ടാകും, ഈച്ചിങ്, ഭയങ്കര ചൊറിച്ചില്, പീള കെട്ടല്, പിന്നെ കണ്ണ് നമുക്ക് പെട്ടെന്ന് കാഴ്ച മങ്ങുന്ന പോലെ തോന്നും, ഫോട്ടോഫോബിയ, പ്രകാശത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത്, കണ്ണിൻ്റെ ദൂരെ നിന്നുള്ളതൊക്കെ പെട്ടെന്ന് കാണാതെ പെട്ടെന്ന് മങ്ങിപ്പോവും, അപ്പം ഒരു മഞ്ഞ നിറം പോലെ ഉണ്ടാകും. പിന്നെ വളരെ ഗുരുതരമായിട്ട് വരുന്നവരിലാണ് പഴുപ്പ്, തലവേദന, വൊമിറ്റിങ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മളെപ്പോഴും നമ്മുടെ കണ്ണുകൾ തൊട്ടുകൊണ്ടിരിക്കുമ്പം സ്പ്രെഡ് ചെയ്യും. ഇപ്പം ഒരാൾക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ അത് അവർ യൂസ് ചെയ്ത് അവരുടെ പേഴ്സണലായിട്ടുള്ള പില്ലോസ്, ടവൽസ്, കോസ്മെറ്റിക്സ് അങ്ങനെയുള്ളതൊക്കെ വേറൊരാളും കൂടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ കൈകൾ എപ്പോഴും ഇത് ക്ലീൻ ആക്കി വെക്കുക, നമ്മളെപ്പോഴും കണ്ണ് കഴുകണം. അപ്പം നമ്മുടെ കൈ ഭയങ്കര വൃത്തികേടായിട്ടോ അല്ലെങ്കിൽ ഒട്ടും ഹൈജീൻ അല്ലെങ്കിൽ പെട്ടെന്ന് അത് പിന്നെയും സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കൈകൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും വാഷ് ചെയ്യുക, എപ്പോൾ നോക്കിയാലും കണ്ണിൽ തൊടാതെ ഇരിക്കണം, കണ്ണ് ചൊറിയരുത്, തിരുമ്മരുത്, അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക, കണ്ണുകൾ എപ്പോഴും വൃത്തിയോടെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് ഒരു പരിധിവരെ നമുക്ക് ചെങ്കണ്ണിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലെ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ്, എന്ത് മൂലമാണോ നമുക്ക് ഈ ചെങ്കണ്ണ് വന്നേക്കുന്നത് അത് വെച്ച് മാത്രമേ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ചെങ്കണ്ണാണെങ്കിൽ നമുക്കതിന് ആൻറ്റിബയോട്ടിക് ഐ ഡ്രോപ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അലർജി മൂലം ഡസ്റ്റ് അലർജി, പിന്നെ പൂമ്പൊടികൾ, പെറ്റ്സ്, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന പൊടിയും അതിൻ്റെ രോമങ്ങളൊക്കെ വെച്ചുണ്ടാകുന്ന അലർജികളൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആൻറ്റിഹിസ്റ്റമിനിക് ഡ്രോപ്സ് ആണ്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്നത് കോൾഡ് കംപ്രസ് ചെയ്യാം, കുറച്ചൊരു വേദനകൾക്കും പഴുപ്പും നിറം ഒക്കെ മാറാനായിട്ട് നമ്മളെപ്പോഴും തണുപ്പുള്ള എന്തെങ്കിലും കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. പിന്നെ നമ്മൾ കൂടുതലും സ്വയം ചികിത്സ ഒഴിവാക്കിയിട്ട് ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയുന്ന രീതിയിൽ, ഡോക്ടറിനാണ് മനസ്സിലാകുന്നത് നമുക്ക് എന്ത് മൂലമാണ് ഈ അസുഖം വന്നേക്കുന്നതെന്ന്, അതിന് വേണ്ട പരിശോധനകൾ നടത്തി ഡോക്ടർ പറയുന്ന ആൻറ്റിബയോട്ടിക്കുകളാണേലും മരുന്നുകളാണേലും യൂസ് ചെയ്യുന്നതാണ് കൂടുതലായിട്ടും നല്ലത്. പെട്ടെന്ന് പകരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് ആദ്യമേ കാണുമ്പോഴേ പോയി ഡോക്ടറെ കാണുന്നതും അതിൻ്റെ മുൻകരുതലുകൾ എടുക്കുന്നതും ആയിരിക്കും നല്ലത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയെന്ന് വിശ്വസിച്ചോട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. നാളെ ഞാൻ ബാക്കിയുള്ള സെമിനാർ നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തോട്ടെ, നെക്സ്റ്റ് ഡേക്ക്. മിസ്റ്റർ ജോബ് സാറിന്റെ ക്ലാസ് ആണല്ലോ നാളെ, എഴുതി പറഞ്ഞോടാ. ലീവാണ്, അപ്പൊ ഹാഫ് അവർ ഞാൻ എന്റെ പോർഷൻസ് എടുക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെമിനാർ തരാം. ഈ ലൈവ് ക്ലാസ്സിൽ കേറാത്തവർ എങ്ങനെയാ സെമിനാർ പിന്നെ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നോ? എന്ത് ചെയ്യണ്ടേ? ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്തവരുടെ വൺ ഓഫ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് നമ്മുടെ ഈ ലൈവ് സെഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർക്ക് സെമിനാർ എടുക്കാനായിട്ട് പറ്റില്ല. ബട്ട് പി ജിയിലൊക്കെ ആണെങ്കിൽ വൈവയുടെ സമയത്ത് നമ്മൾ സെമിനാർ എടുക്കാൻ 5 minutes നിങ്ങൾക്ക് അലോ ചെയ്യും. മനസ്സിലായോ? വൈവയുടെ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ പി ജിയിലുള്ള ടോപ്പിക് എടുത്തിട്ട് ആ സെമിനാർ പോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പറഞ്ഞോടാ. നാളെയാണോ മിസ് കേറുന്നത്? നാളെ ജോബ് സാറിന്റെ ക്ലാസ് അല്ലേ നാളെ? ഹാഫ് ഞാൻ എടുക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെമിനാർ എടുക്കാൻ പറ്റും. അത് ഞാൻ സെമിനാറിന്റെ ഓർഡർ ഒരാളോട് നോക്കാൻ പറയാം, ജസ്റ്റ് ഒരു പാർട്ടി ലീഡറിന് ഒരാളെ അസൈൻ ചെയ്യാം, ആൾക്ക് കറക്റ്റ് ആയിട്ട് സെമിനാർ എടുക്കുന്നതെന്ന് നോക്കിയാൽ മതി. ആദ്യമായിരിക്കുമോ മിസ്? ഇല്ല, 12 o'clock വരെ ഞാൻ ക്ലാസ് എടുക്കും. 12 o'clock കഴിഞ്ഞിട്ടായിരിക്കും സെമിനാറിന്റെ ടൈം തരുന്നത് കേട്ടോ. അടുത്തത് ഞാനാണ്, ശനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാ വരുന്നത് മുണ്ടാ. നിങ്ങളെ നെക്സ്റ്റ് ക്ലാസ്സിൽ ആ ഓർഡർ ഒന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓർഡർ ഇടാണെങ്കിൽ
ഞാൻ ആ ഓർഡർ നോക്കിക്കോളാം. പ്രിയ സോറി എടാ, പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയാം. ഞാൻ കുറെ പേര് എമർജൻസി കണ്ടുകൊണ്ടാണ് എല്ലാവരോടും സോറി പറയാനുള്ള. എല്ലാവർക്കും സെമിനാർ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ സ്ട്രെങ്ത്തിന്റെ ഒരു പ്രശ്നമാണ് എല്ലാവർക്കും കറക്റ്റ് ടൈമിൽ എടുക്കാൻ പറ്റാഞ്ഞത്. ഓക്കെ, നമ്മളെല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം തന്നെയാണ് എന്റെ ആഗ്രഹം. സോറി പ്രിയ. ചെറുതേ കൊച്ചു ഇടയോ, അതാണ് നമ്മള് സമയം നോക്കി ഇരിക്കുമ്പോഴേ പിന്നെ നമ്മള് പ്രിപ്പയർഡ് ചെയ്തിരിക്കുമ്പോ പറയാൻ പറ്റിയില്ലെങ്കിലേ പിന്നെ നമുക്കതൊരു ഓക്കെ. ഇപ്പൊ ഓക്കെ ആണോ പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രസന്റ് ചെയ്യാം. ഇല്ല, കുഴപ്പമില്ല, അടുത്ത ക്ലാസ്സിൽ കുഴപ്പമില്ല. മോള് ഓക്കെ ആണെങ്കിൽ പ്രസന്റ് ചെയ്തു. എനിക്ക് എന്താണ് എമർജൻസി അറിയില്ല കേട്ടോ. ഇപ്പൊ പ്രസന്റ് ചെയ്തു, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ളവർ കൂടി പ്രസന്റ് ചെയ്തോളൂ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. പിന്നീട് ടോപ്പിക് ഏതാണ്? ഓക്കെ, പറയാം. Okay, ma'am. Good afternoon, ma'am. Today I would like to talk about a childhood disease, Rosola. It is also known as Rosola infantum or cyst disease. മറ്റു പേരുകളാണ് ബേബി മീസ്ലസ് അല്ലെങ്കിൽ 3-day fever എന്ന് പറയുന്നത്. It is mild viral infection caused by herpes virus HHV6 in 6 months to 2 years young children. ഇത് എസ്പെഷ്യലി വരുന്നത് 6 മാസം മുതൽ 2 വയസ്സുള്ള കുട്ടികൾക്കാണ് വരുന്നത്. ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഹെർപ്പസ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ്. ഇതിന്റെ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് ഹൈ ഫീവറും റാഷും, ഉയർന്ന പനിയും അതിനോടൊപ്പം വരുന്ന പിങ്ക് കലർന്ന ഒരു ചുവന്ന നിറത്തിലുള്ളൊരു റാഷസ് ആണ് ഇതിന്റെ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത്. ഒരു 103 ഡിഗ്രി മുതൽ ഒരു 105 ഡിഗ്രി വരെ കുട്ടികൾക്ക് 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം നല്ല ഹൈ ഫീവർ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം 39.5 ഡിഗ്രി സെൽഷ്യസ് വരെ പനി ഉണ്ടാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് ഫീവർ മാറിയതിന് ശേഷമായിരിക്കും ഈ ചുണങ്ങ് കാണപ്പെടുന്നത്. അത് കൂടുതലായിട്ട് ചെസ്റ്റ്, ബെലി, ലെഗ്സ്, ആംസ്, നെക്ക് അവിടെയൊക്കെയാണ് നമുക്ക് ഈ ചുണങ്ങ് കാണാവുന്നത്. ഇത് സീരിയസ് അല്ല, പെട്ടെന്ന് മാറാവുന്നതാണ്. പിന്നെ എന്താ പറയാ, ഇത് ചൊറിച്ചിലുണ്ടാവില്ല, അതുപോലെ തന്നെ വേദന ഉണ്ടാവില്ല, സീരിയസ് അല്ല, കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ഈസ് മോസ്റ്റ് കണ്ടേജിയസ് ഡ്യൂറിങ് ദ ഹൈ ഫീവർ സ്റ്റേജ് ബിഫോർ ദ റാഷ് അപ്പിയേഴ്സ്. ഇത് പനി ഉയർന്ന നിൽക്കുന്ന സമയത്ത് മാത്രമേ ഇതിന് പകർച്ചവ്യാധി ഉണ്ടാവുള്ളൂ. അതിനുശേഷം ചുണങ്ങ് വരും. ചുണങ്ങ് വന്നാൽ തന്നെ അത് പേടിക്കേണ്ട, അതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വെളുത്ത നിറത്തിൽ കാണും. നമുക്ക് അതങ്ങോട്ട് മാറിക്കോളും, കുട്ടി നോർമലാവും, കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല ഇതിന്. പിന്നെ എന്താ പറയുക, വാക്സിൻ അവൈലബിൾ അല്ല. പിന്നെ അതർ സിംറ്റംസ് എന്ന് പറയുന്നത് ചില കുട്ടികളിൽ വോമിറ്റിംഗ് ഉണ്ടാവും, ചുമ ഉണ്ടാവും, മൂക്കൊലിപ്പ് റാങ്നിനോസ് ഉണ്ടാവും, ഡയറിയ, വയറിളക്കം, സോർ ത്രോട്ട്, തൊണ്ടവേദന, പിന്നെ സ്ലീപ്നെസ്, കുട്ടികൾക്ക് ഉറക്കം കുറവായിരിക്കും. അതുപോലെ തന്നെ ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, വിശപ്പ് കുറവായിരിക്കും. പിന്നെ എന്താ പറയുക, സ്വെല്ലിംഗ് ഓഫ് ഐലിഡ്സ്, അതായത് വീർത്ത കൺപോളകൾ, സ്വെല്ലൻ ഗ്ലാൻസ് ഇൻ ദ നെക്ക്, അതായത് കുട്ടികളുടെ കഴുത്തിൽ വീർത്ത കഴലകൾ കാണില്ലേ, അത് കാണപ്പെടുക. പിന്നെ ഫെബ്രൈൽ സീഷർ എന്ന് പറയും, അത് ഒരു എന്താണ് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ്. അതായത് ഉയർന്ന പനിയുടെ ഫലമായിട്ടുണ്ടാകുന്ന അപസ്മാരം. അത് 1 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വരുന്നതാണ് ഈ പനിയുടെ ഒപ്പം വരുന്ന അപസ്മാരം. അത് പേടിക്കേണ്ടതില്ല എന്ന് വെച്ചാൽ മറ്റേ അപസ്മാരം അല്ല, അതുകൊണ്ട് പനിയുടെ ഒപ്പം വരുന്നത് പേടിക്കേണ്ട. ഇപ്പൊ നമുക്ക് വീട്ടില് ചെയ്യാവുന്നതെന്ന് വെച്ചാല് നനഞ്ഞ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നന്നായിട്ട് തുടക്കി കുട്ടി ആ ബോധാവസ്ഥയിലോട്ട് പോകും അപസ്മാരം വരുമ്പോൾ. കൂടാതെ എന്താ പറയാ, കണ്ണ് കൃഷ്ണമണി ഇങ്ങനെ മുകളിലോട്ട് പോവാ, കുലുങ്ങ ശരീരം, അങ്ങനെ അതെന്റെ മോന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തതിന്റെ കാരണം. അപ്പൊ ഇങ്ങനെ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മാറും, ഫിക്സ് അത് മാറി കിട്ടും. ഉടനെ തന്നെ നമ്മള് പീഡിയാട്രീഷ്യനെ കാണണം എന്ന് വെച്ചാൽ വിക്സിന്റെ ഗുളിക എന്തായാലും നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ്. പിന്നെന്താ പറയാ, റോസോള എന്ന് പറഞ്ഞത് വൈറൽ ഇൻഫെക്ഷൻ ആണ്, ബാക്ടീരിയൽ അല്ല. അതുകൊണ്ട് ആന്റിബയോട്ടിക് അത് വർക്ക് ആവില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആസ്പിരിൻ ഒന്നും കൊടുക്കാൻ പാടില്ല. 17 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടികൾക്കും ആസ്പിരിൻസ് കൊടുക്കാൻ പാടില്ല. എന്താണോ പീഡിയാട്രീഷ്യൻ നമുക്ക് പ്രിഫർ ചെയ്യണത് അത് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളുടെ കാര്യത്തിൽ. നമ്മൾ സ്വയം ചികിത്സ അത് പാടുള്ളതല്ല. പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ലൈറ്റ് വെയിറ്റ് ക്ലോത്ത്, അതായത് അധികം കനമില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ കുട്ടികളെ കൂടുതൽ വെള്ളം, അതുപോലെ തന്നെ ഫ്ലൂയിഡ്സ് ദ്രാവക രൂപത്തിലുള്ളത് കൊടുക്കാൻ നോക്കാം. പിന്നെന്താ,
ചെറു ചൂടുവെള്ളത്തിൽ എന്താ പറയാ മേല് കഴുകിക്കുക അല്ലെങ്കിൽ തുടപ്പിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്താ പറയാ കുട്ടിക്ക് കൂടുതൽ റെസ്റ്റ് കിട്ടണുണ്ടോ എന്ന് നോക്കുക. പിന്നെ വിശപ്പ് കുറവായിരുന്ന സമയമാണ്, അപ്പൊ നമ്മളധികം കുട്ടികളെ നിർബന്ധിക്കരുത് ഭക്ഷണം കഴിക്കാനായിട്ട്. പിന്നെ എന്താ പറയാ വാക്സിനും ഇപ്പൊ പേടിക്കേണ്ട ഒന്നുമില്ല. പിന്നെ നമ്മള് ഒരു 5 ദിവസത്തിന് ശേഷം പനി മാറണില്ല, കുട്ടി എന്താണ് ഡൈഹൈഡ്രേറ്റഡ് ആണ് അല്ലെങ്കിൽ അൺവെൽ ആണെങ്കിൽ മാത്രം, അതുപോലെ തന്നെ ഫെബ്രസ് സീഷറിന്റെ കാണുന്നുണ്ടെങ്കിൽ, അപസ്മാരത്തിന്റെ ഇത് കാണുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പീഡിയാട്രീഷനെ കാണാം. അതുപോലെ തന്നെ അത്രേ ഉള്ളൂ, വേറെ മെഡിസിനൊന്നുമില്ല. ഡോക്ടറെ കാണാം, ചികിത്സിക്കുക, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ 5 ദിവസം വന്നതാണ് മെയിൻ ആയിട്ട്, റെയർ ആയിട്ടാണ് കുട്ടികളിൽ ഫിക്സ് വന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട്. താങ്ക് യു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാ? ഇത് സാധാരണ കണ്ടുവരുന്നതാണ്, വൈറൽ പനി എന്ന് പറയാം. വന്നിരുന്നു. എന്റെ ആദ്യത്തെ കൊച്ചുമായിരുന്നു. അപ്പൊ അവൻ ആദ്യം വന്നപ്പോ എന്തിന്റെ ഒന്നും അറിയില്ലായിരുന്നു. പനി തലക്ക് പിടിച്ചിട്ടേ പനി കൂടിയിട്ടായിരുന്നു അത് നമ്മള് ഡോക്ടറെ കണ്ടു. അതിനുശേഷം ഗുഡ് മോർണിംഗ്. അപ്പൊ കുട്ടീനെ ഡോക്ടറെ കണ്ടതിന് ശേഷം മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുമ്പോഴാണ് ഇതൊന്നും സംഭവിച്ചത്. പിന്നെ വേഗം തന്നെ ഡോക്ടറെ കാണിച്ചപ്പോ അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് എടുത്തു. അങ്ങനെയായിരുന്നു. പിന്നെ രണ്ടാമത് വന്ന അപ്പൊ നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നു ഇതുപോലെ ചെയ്യണമെന്ന്. അപ്പൊ പെട്ടെന്ന് തന്നെ ബോധാവസ്ഥയിലോട്ട് വരുന്നു കൊച്ചത്. ഇത് ശരിയാണ്, അതുള്ള കാര്യമാണ്. അതങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ. ടോപ്പിക് ഷെയർ ചെയ്തതിൽ താങ്ക്സ്. അപ്പോ ഇത് സെമിനാർ എടുത്തവരെല്ലാവരും വളരെ മനോഹരമായിട്ട് സെമിനാർ എടുത്തു. ആളും നല്ല രീതിയിൽ റെഫർ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം പറയുന്നില്ല കേട്ടോ, നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ളവര് സെമിനാർ എടുക്കാം. താങ്ക് യു. ഈ ടൈം ആണൊരു പ്രശ്നമുണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോ ഒരു അരമണിക്കൂറേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കിട്ടുള്ളൂ. ആ അരമണിക്കൂർ മാക്സിമം എല്ലാവരും ഉൾക്കൊള്ളുന്ന രീതിയിൽ സെമിനാർ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ മാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു.